السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على عبدك ورسولك محمد صلى الله عليه وسلم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. واختار موسى قومه 70 رجلا لميقاتنا فلما أخذتهم الرجفة قال رب لو شئت أهلكتهم من قبل وإياي أتهلكنا بما فعل السفهاء منا إن هي إلا فتنتك تضل بها من تشاء وتهدي من تشاء أنت ولينا فاغفر لنا وارحمنا وأنت خير الغافرين واكتب لنا في هذه الدنيا حسنة وفي الآخرة إنا هدنا إليك قال عذابي يصيب به من أشاء ورحمتي وسعت كل شيء فسأكتبها للذين يتقون ويؤتون الزكاة والذين هم بآياتنا يؤمنون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മഹാനായ പ്രവാചകൻ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വിശാലമായ ചരിത്ര യാഥാർത്ഥ്യങ്ങൾ വിശുദ്ധ ഖുർആൻ വിവരിച്ചതിലൂടെയാണ് നമ്മുടെ ഈ പഠന പരമ്പര ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിനെയും കൊണ്ട് കടൽ കടന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പിന്നീട് തൗറാത്ത് വാങ്ങാൻ വേണ്ടി സീനാ പർവ്വതത്തിന്റെ ഭാഗത്തേക്ക് പോയതും തൗറാത്തുമായി തിരിച്ചെത്തിയപ്പോഴേക്ക് താൻ വിട്ടേച്ചു പോയ ജനത അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത മഹാപാതകമായ ശിർക്കിലേക്ക് പോയതും അതുമായി ബന്ധപ്പെട്ട മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സംസാരങ്ങളുമൊക്കെയായിരുന്നു കഴിഞ്ഞ നമ്മുടെ അവസരത്തിൽ വിശദീകരിക്കപ്പെട്ടത്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശപ്രകാരം ആ കടുത്ത പാതകം ചെയ്ത സാമിരി എന്ന് പറയുന്ന ഏറ്റവും വലിയ അക്രമിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിക്കുകയാണ്. അവന് ജനങ്ങൾക്കിടയിൽ എന്നെ തുടരുതേ എന്ന് പറയുന്ന അത്രത്തോളം അകറ്റപ്പെട്ട രൂപത്തിലായി അവൻ മാറുകയും അവൻ നശിക്കുകയും അവൻ ഉണ്ടാക്കിയ ആ പ്രതിമയെ തകർത്തുകൊണ്ട് സമുദ്രത്തിൽ വെതറപ്പെടുകയും ചെയ്തു എന്ന് അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എന്നാൽ പിന്നീട് കുറെ ആളുകളൊക്കെ ആ രൂപത്തിലുള്ള പ്രവൃത്തി അവരിൽ നിന്ന് സംഭവിച്ചു പോയതിൽ ഖേദിച്ചുകൊണ്ട് തൗബ ചെയ്യുകയുണ്ടായി. എന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ ചെയ്ത ഈ കടുത്ത അനീതി കാരണത്താൽ അവരുടെ തൗബ സ്വീകരിക്കുവാൻ കടുത്ത നടപടിയാണ് അവരോട് ഏർപ്പെടുത്തിയത്. സാധാരണ നിലക്കുള്ള തൗബ കൊണ്ടത് മതിയാവില്ല. അവരെ കർശനമായ നിലക്ക് അവരിൽ അല്ലാഹു പ്രത്യേകമായ കടുത്ത നടപടിയാണ് ഈ രൂപത്തിലുള്ള ശിർക്കൻ പ്രവർത്തനത്തിലേക്ക് അല്ലാഹുവിന്റെ സകല നിഅമത്തുകളും കണ്ട്
എല്ലാം ബോധ്യപ്പെട്ട ഒരു ജനത ഇങ്ങനെ ഒരു തമ്മാടിത്തം ചെയ്ത് കേവലം തൗബ കൊണ്ടത് നടക്കൂല എന്ന നിലക്ക് കർശനമായി അള്ളാഹു ആ സമുദായത്തിന് നിർദ്ദേശം കൊടുക്കുക. എന്താണ് ആ നിർദ്ദേശം എന്ന് നമ്മൾ വളരെ ഗൗരവത്തോടെ കേൾക്കേണ്ടതാണ്. വഇദ് ഖാല മൂസാ ലിഖൗമിഹി യാ ഖൗമി ഇന്നകും ളലംതും അൻഫുസകും ബിത്തിഖാദികുമുൽ ഇജ്ൽ ഫതൂബൂ ഇലാ ബാരിഇകും ഫഖ്തുലൂ അൻഫുസകും ذلكم خير لكم عند بارئكم فتاب عليكم إنه هو التواب الرحيم. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഈ ജനതയോട് പറഞ്ഞു, യാ ഖൗമി, എന്റെ ജനങ്ങളെ, ഇന്നകും ളലംതും, തീർച്ചയായും നിങ്ങൾ കടുത്ത അക്രമമാണ് ചെയ്തത്, അൻഫുസകും, നിങ്ങളോട് തന്നെ. നിങ്ങൾ നിങ്ങളുടെ ദേഹങ്ങളോട് കടുത്ത അക്രമമാണ് ചെയ്തു പോയിട്ടുള്ളത്. ബിത്തിഖാദികുമുൽ ഇജ്ല, നിങ്ങൾ അല്ലാഹു എതിർത്തിട്ടുള്ള ഈ കഠിന കഠോരമായ മഹാപാതകം, ഒരു കാളക്കുട്ടിയുടെ രൂപമുണ്ടാക്കിയിട്ട് അതിനെ പൂജിക്കുന്ന ആരാധിക്കുന്ന കടുത്ത ശിർക്കിലേക്ക് നിങ്ങൾ നീങ്ങിയതുകൊണ്ട് അല്ലാഹുവിന് ഏറ്റവും കഠിനമായ നിലക്കുള്ള പ്രവൃത്തിയാണ് ജനങ്ങളെ നിങ്ങൾ ചെയ്തത്. അതുകൊണ്ട് ഫതൂബൂ ഇലാ ബാരിഇകും, നിങ്ങളുടെ സ്രഷ്ടാവിലേക്ക് നിങ്ങൾ ഖേദിച്ചു മടങ്ങണം. അങ്ങനെ തൗബ ചെയ്തു, ഞങ്ങൾ ഖേദിച്ചു മടങ്ങി എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ തൗബ സ്വീകരിക്കൂല. അതുകൊണ്ട് കടുത്ത നടപടി അവൻ നിങ്ങളിൽ ഏർപ്പെടുത്തിയത് ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഫഖ്തുലൂ അൻഫുസകും, നിങ്ങൾ പരസ്പരം വെട്ടിക്കൊല്ലണം. ഗൗരവത്തോടെ ഇസ്ലാം നടപ്പാക്കിയ ഈ രൂപത്തിലുള്ള ഒരു ശിക്ഷ ഒരു സമുദായത്തിന് കൊടുത്തതായി കാണാൻ കഴിയില്ല. നിങ്ങളെ കൊല്ലണം എന്നാ പറഞ്ഞു. പരസ്പരം വാളെടുക്ക, പരസ്പരം കൊല്ലുക, അങ്ങനെ തന്നെ വേണ്ടത്. അല്ലാതെ നിങ്ങളുടെ തൗബ എന്നാൽ നിങ്ങളുടെ തൗബ സ്വീകരിക്കും. അതിൽ മരിച്ച ആൾക്കും തൗബ കണ്ട് ഇനി ആരെങ്കിലും മരിക്കാതെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അവൻ ഈ തൗബ സ്വീകരിക്കും. പക്ഷെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലണം. അതാ അവർക്ക് കൊടുത്ത കടുത്ത ശിക്ഷ. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് കേവലം തൗബ കൊണ്ട് തീരൂല. കാരണം ധാരാളക്കണക്കിന് നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ കണ്ട് അനുഭവിച്ച ഒരു ജനതയാണ് മൂസ നബി അലൈഹിസ്സലാമിന്റെ ജനത. ഒരു പ്രവാചകൻ ആ ജനതയെ വളർത്തിയുണ്ടാക്കി പാടുപെട്ട് ചെങ്കടൽ കടത്തി കൊണ്ടുപോയി അവരുടെ കണ്ണുകൊണ്ട് അവർ നോക്കിക്കണ്ടതാണ് ചെങ്കടൽ പിളരുന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും ഒക്കെ വിശദീകരിച്ചതാണ്. അവർ കണ്ടതുപോലെ ലോകത്ത് അള്ളാഹുവിന്റെ അപാരമായ ഈ രൂപത്തിലുള്ള നിഅമത്തുകളും അതുപോലെ തന്നെ കടുത്ത ശിക്ഷകളും കൺകൊണ്ട് നേരിട്ട് കണ്ട ഒരു ജനത ലോകത്ത് വേറെ കഴിഞ്ഞു പോയിട്ടില്ല. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ വെളിപ്പെട്ട ദൃഷ്ടാന്തങ്ങളൊക്കെ അവർ കണ്ടു. കയ്യിലുണ്ടായിരുന്ന വടിയുടെ പ്രത്യേകത കണ്ടു, അതിലൂടെ സംഭവിച്ചത് കണ്ടു, കൈ പ്രകാശിക്കുന്നത് കണ്ടു. ആ രാജ്യത്തുള്ള ജനതക്ക് തൂഫാൻ പിടിപെട്ടത്, വെള്ളപ്പൊക്കം, ഫറോവയെയും അവന്റെ അനുയായികളെയും നാട്ടിൽ വെച്ച് തന്നെ ചെങ്കടലിൽ മുക്കിക്കൊല്ലുന്നതിന്റെ മുമ്പ് തന്നെ ആ രാജ്യത്തുണ്ടായ തൂഫാൻ അവർ കണ്ടു. വെട്ടുകിളി എന്ന് പറയുന്ന രൂപത്തിലുള്ള ഒരു പ്രത്യേകമായ കിളി അവരുടെ വീട്ടിലും കൃഷിസ്ഥലങ്ങളിലും നാശം വിതറിക്കൊണ്ട് അള്ളാഹു അവരിൽ ഇറക്കിയത് അവർ കണ്ടു. തലയിലും ശരീരത്തിലും മുഴുവനും എല്ലാ നിലക്കും അസ്വസ്ഥതകൾ ഏത് സമയത്തും അവരെ പിടികൂടുന്ന നിലക്ക് ഒരു തരം പ്രാണികളും പേനുകളും ഒക്കെ അവരുടെ ശരീരങ്ങളിൽ അരിച്ചു നടന്നത് അവർ കണ്ടു. തവളകളെ കൊണ്ട് പരീക്ഷിക്കപ്പെട്ട് കിടപ്പറയിലും പാത്രത്തിലും കുടിക്കുന്ന വെള്ളത്തിലും മുഴുവനും എല്ലായിടത്തും തവളകൾ തന്നെ. ആ രൂപത്തിലുള്ള ഒരു ദുരന്തം അവർ നേരിട്ട് കണ്ടു. അതുപോലെ തന്നെ എവിടെ തുറന്നു നോക്കിയാലും പാത്രത്തിലും കുടിവെള്ളത്തിലും ഒക്കെ ബ്ലഡ്, എവിടെയും ബ്ലഡ്. ആ രൂപത്തിലുള്ള ശിക്ഷ അവർ കണ്ടു. ഏതാ അവർ കാണാത്തത്? അവസാനം അവരിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ വിശ്വാസികളായ അനുയായി വൃന്ദത്തെയും കൊണ്ട് കടലിന്റെ വക്കത്തെത്തിയപ്പോ എന്ത് ചെയ്യുമെന്നറിയാതെ പരവശപ്പെട്ടവരായി ജനത. അവിടെ വെച്ച് മൂസ നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞതാണ്, ഇന്ന മഅിയ റബ്ബി സയഹ്ദീൻ, എന്റെ കൂടെ റബ്ബുണ്ട്, വഴി കാണും. അടിച്ചോളാൻ പറഞ്ഞു. കയ്യിലുള്ള വടി കൊണ്ട് അടിച്ചു. സമുദ്രം പളർന്നു. ഇവര് കണ്ടവരാ, ഈ സമുദായം നോക്കിക്കണ്ടവരാ. അപ്പോഴേക്ക് ചെളിയാ കാണുന്നത്. വെള്ളം വളർന്നപ്പോഴും നടക്കാവുന്ന പാതയിൽ ചെളിയാണ്. കാലാണ്ട് പോകുമോ എന്ന് ഭീതി. അപ്പോഴേക്ക് കാറ്റടിച്ചു. ആ വഴിയിലൂടെ ഉണങ്ങി
കടലിന്റെ ഇടയിലൂടെ രൂപാന്തരപ്പെട്ട വഴിയിലൂടെ ചതുപ്പ് നിലമായി മാറാതെ കാറ്റടിച്ച് ആ വഴി വരണ്ടുണങ്ങി വളരെയധികം സ്പീഡിൽ മൂസാ നബി അലൈഹിസ്സലാത്തും അനുയായികളെയും കൊണ്ട് അക്കരയിലേക്ക് കടന്നു. അപ്പോഴേക്ക് വരികയാണ് ഫറോനും അവന്റെ പട്ടാളവും കടലിലേക്ക് ഇറങ്ങി. പക്ഷേ മുക്കിക്കൊന്നു അല്ലാഹ്. ഇതും കണ്ടു ഈ ഖൗമ്. ആലോചിച്ച് നോക്ക്, മൂലൊന്നില്ല വെട്ടിക്കൊല്ലാൻ പറയണത് എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്? ഇതൊക്കെ കണ്ടു. എത്ര ദൃഷ്ടാന്തങ്ങൾ കണ്ടു, എത്രയോ കണ്ടു. എന്നിട്ടും മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു 40 ദിവസത്തേക്ക്, അതും സഹോദരനായ ഹാറൂൻ നബി അലൈഹിസ്സലാമിനെ ഖലീഫയായി പകരം നിർത്തിയിട്ട് അള്ളാന്റെ നിർദ്ദേശപ്രകാരം തൗറാത്ത് വാങ്ങാൻ വേണ്ടി പോയി തിരിച്ചു വരുമ്പോഴേക്ക് ഇതൊക്കെ കണ്ട് മുശ്രിക്കുകളെ മുക്കിക്കൊന്നത് കണ്ട മഹാനായ റബ്ബിന്റെ ആ ദൃഷ്ടാന്തങ്ങളൊക്കെ അനുഭവിച്ചൊരു ജനത പിന്നെയും ഈ പണി ചെയ്യുമ്പോ കേവല തൗബ കൊണ്ട് കാര്യമില്ല എന്നാ അവരോട് പറഞ്ഞു. അവിടെ നിങ്ങൾ ഈ ചെയ്ത പാതകം പൊറുക്കണോ, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ ആദ്യം തൗബ ചെയ്യണം. അതോടൊപ്പം ഫഖ്തുലൂ അൻഫുസകും, നിങ്ങൾക്ക് സ്പെഷ്യലായിട്ടൊരു നിയമമുണ്ട്. നിങ്ങളുടെ തൗബ സ്വീകരിക്കണമെങ്കിൽ, തൗബ സ്വീകാര്യോഗ്യമായി തീരണമെങ്കിൽ നിങ്ങൾ പരസ്പരം വെട്ടിക്കൊന്നേ മതിയാവുകയുള്ളൂ. ദാലികും ഖൈറുൽ ലക്കും, അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം. ഇൻദ ബാരിക്കും, നിങ്ങളുടെ സൃഷ്ടാവിന്റെ അടുക്കൽ അതാണ് നിങ്ങൾക്ക് നല്ലത്. ഫതാബ അലൈക്കും ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം. അങ്ങനെ അവരുടെ പശ്ചാത്താപം അല്ലാഹു സ്വീകരിച്ചു. നിശ്ചയം അല്ലാഹു ഏറെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണയുള്ളവനുമാകുന്നു. ആ രൂപത്തിൽ ഒരുപാട് ആളുകളെ, എത്രയോ ആയിരക്കണക്കിന് ആളുകൾ അവർ പരസ്പരം തന്നെ വെട്ടിക്കൊന്നു. അതിൽ പെടാത്ത കുറെ ആളുകൾ ബാക്കിയായി, മുഅ്മിനീങ്ങൾ കുറെ ബാക്കിയായി. അല്ലാത്ത ഇതിൽ പെട്ടവരൊക്കെ പരസ്പരം വെട്ടി. അതോടുകൂടി അവരുടെ തൗബ അല്ലാഹു സ്വീകരിച്ചു എന്ന് അല്ലാഹു തആല പറയും. അവർക്ക് പരലോകത്തിന്റെ പേരിൽ ശിക്ഷല്ല, അവർക്ക് പരലോകത്ത് ഉന്നതമായ പദവിയുണ്ട്. പക്ഷെ ഇവിടം കൊണ്ട് തൗബ സ്വീകരിക്കപ്പെടാൻ അത്രത്തോളം നന്ദികേട് ഉണ്ടായതുകൊണ്ട് ഒരു കടുത്ത നടപടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ ഏർപ്പെടുത്തുകയാണ് ചെയ്തത്. അങ്ങനെ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരോട് കൃത്യമായി കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ രൂപത്തിലുള്ള തത്വങ്ങളും അവരോട് പഠിപ്പിച്ച് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് പിന്നീട് അതാ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ അടുക്കലേക്ക് വഴികഴിവ് പറയാൻ വേണ്ടി തന്റെ സമുദായത്തിൽപ്പെട്ട പ്രധാനികളായ 70 ആളെ തെരഞ്ഞെടുത്തുകൊണ്ട് വീണ്ടും സീനാ പർവ്വതത്തിന്റെ മുകളിലേക്ക് പോകുന്നു. വഖ്താറ മൂസാ ഖൗമഹു 70 റജുലൻ ലിമീഖാതിനാ, നമ്മുടെ നിശ്ചിത സമയത്തേക്കായി 70ഓളം ആളുകളെ തന്റെ സമുദായത്തിൽ നിന്ന് മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം സെലക്ട് ചെയ്യുകയാണ്, തെരഞ്ഞെടുക്കുകയാണ്. എന്നിട്ട് അവിടെ എത്തിയപ്പോ അവരും ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് അള്ളാനെ കാണണം. അള്ളാനെ കാണണം ഇവരും ചോദിക്കുകയാണ്. എന്തൊരു നന്ദി കേട്ടോ ഈ ഭാഗമാണ്. ആലോചിച്ച് നോക്കൂ. കണ്ടാലും കൊണ്ടാലും പഠിക്കാത്തൊരു ജനത. ബനി ഇസ്രായേലർ അങ്ങനെയാണ്. ഒരുപാട് ചരിത്രങ്ങൾ, അതാ നമുക്കതിലുള്ള പാഠം. ഇത്രത്തോളം നന്ദികേട് കാണിച്ചൊരു ജനത ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല. ഇന്നും ആ പാരമ്പര്യ യഹൂദികളിലുണ്ട്. ആ ധിക്കാര മനസ്ഥിതി ഇന്നുമുണ്ട്. ആ ചോദ്യം ചെയ്യുന്ന മനസ്ഥിതി ഇന്നുമുണ്ട്. ആ അനുസരണക്കേടിന്റെ ചിന്താഗതി ഇന്നുമുണ്ട്. ആ അക്രമത്തിന്റെയും അരാജകത്വത്തിന്റെയും ചതിയുടെയും വഞ്ചനയുടെയും ചരിത്രം ഇന്നും അവരുടെ നെറ്റിയിൽ എഴുതി ഒട്ടിച്ചതുപോലെ പ്രകടമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരെ ഫലമ്മാ അഖദതുഹുർ റജ്ഫ, ആ ചെന്ന 70 ആളെയും പിടികൂടി, പ്രകമ്പനം പിടികൂടി. അവരെയും പ്രകമ്പനം പിടികൂടി. കാരണം അവര് അല്ലാഹുവോട് ചോദിച്ചില്ലേ, ലൻ നുഅ്മിന ലക ഹത്താ നറല്ലാഹ ജഹറ, അല്ലാഹുവിനെ കണ്ട് പരസ്യമായി കാണുന്നത് പോലെ. മുസബിജി സൗണ്ട് ഒക്കെ കേട്ടു എന്നല്ലേ പറഞ്ഞത്? ഞങ്ങൾക്കൊന്ന് കാണുന്ന വേണം പരസ്യമായിട്ട് അല്ലാഹുവിനെ. ഫഅഖദതുകും, എങ്കിലേ ഞങ്ങൾ വിശ്വസിക്കൂന്ന് പിന്നെയും പറയുമ്പോ ഫഅഖദതുകും സായിഖതു വഅൻതും തൻദുറൂൻ, നോക്കി നിൽക്കെ നിങ്ങളെയും എന്ത് പിടികൂടി? ശക്തമായ ഇടിത്തി പിടികൂടി. പക്ഷേ അവിടെ ഒരു പ്രത്യേകത ഉണ്ടായി. എന്താ? സുമ്മ ബഅസ്നാകും മിൻ ബഅദി മൗതികും ലഅല്ലകും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരായി തീരാൻ വേണ്ടി നിങ്ങളെ മരിപ്പിച്ചതിന്റെ ശേഷം, നിങ്ങളുടെ മരണത്തിന്റെ ശേഷം നിങ്ങളെ നാം വീണ്ടും ജീവിപ്പിച്ചു. അത് അവർക്ക് കൊടുത്തൊരു പ്രത്യേകത. മറ്റവരെ പിന്നെ ജീവിപ്പിച്ചിട്ടില്ല. ഇത് ഇവർക്ക് കൊടുത്ത പ്രത്യേകതയാണ്. അപ്പൊ പരിശുദ്ധ ഖുർആൻ പറയുന്നത് നോക്കൂ നിങ്ങൾ. ഈ 70 ആളുകളെയും പ്രകമ്പനം പിടികൂടി അവര് ശിക്ഷിക്കപ്പെടുന്ന രംഗം കണ്ടപ്പോ മഹാനായ മൂസ നബി അലൈഹിസ്സലാം അവിടെ വെച്ച് റബ്ബിനോട് പറഞ്ഞു,
ഖാല റബ്ബി ലൗ ശിഅത അഹ്ലക്തഹും മിൻ ഖബ്ലു വഇയ്യായ, എന്റെ റബ്ബേ, ലൗ ശിഅത, നീ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, അഹ്ലക്തഹും, നിനക്കവരെ നശിപ്പിക്കാമായിരുന്നല്ലോ, മിൻ ഖബ്ലു, ഇതിന്റെ മുമ്പ് തന്നെ, വഇയ്യായ, എന്നെ തന്നെയും നശിപ്പിക്കാമായിരുന്നല്ലോ. സങ്കടം കൊണ്ട് മൂസ നബി അലൈഹിസ്സലാം റബ്ബിനോട് പറയാണ്, അതുഹ്ലികുനാ, നീ ഞങ്ങളെ നശിപ്പിക്കുകയാണോ റബ്ബേ, ബിമാ ഫഅലസ് സുഫഹാഉ മിന്നാ, ഞങ്ങളുടെ കൂട്ടത്തിലെ ഭോഷന്മാരായ ആളുകൾ, വിഡ്ഢികളായ ആളുകൾ, അവർക്ക് എന്ത് പറഞ്ഞു കൊടുത്താലും മനസ്സിലാകാതെ വിവരക്കേടുമായി പിന്നെയും നടക്കുന്ന വിഡ്ഢികളായ ജനത, ഞങ്ങളിൽപ്പെട്ടവർ അങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ റബ്ബേ, നീ ഞങ്ങളെ നശിപ്പിക്കുകയാണോ? ഇൻഹിയ ഇല്ലാ ഫിത്നതുക, ഇത് നിന്റെ പരീക്ഷണമല്ലാതെ മറ്റൊന്നുമല്ലല്ലോ. തുദില്ലു ബിഹാ മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവരെ നീ വഴിപിഴവിലാക്കുന്നു. വതഹ്ദീ മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ നേർവഴിയും കൊടുക്കുന്നു. റബ്ബേ, നിന്നോട് എനിക്ക് പറയാനുള്ളത്, അൻത വലിയുനാ, നീയാണ് ഞങ്ങളുടെ രക്ഷാധികാരി. ഫഗ്ഫിർ ലനാ, നീ ഞങ്ങൾക്ക് പുറത്തു തരണേ. വർഹംനാ, നീ ഞങ്ങളോട് കരുണ കാണിക്കണേ. വഅൻത ഖൈറുൽ ഗാഫിരീൻ, ഏറെ പൊറുക്കുന്നവരിൽ ഏറ്റവും ഉത്തമനാണല്ലോ നാഥാ നീ. തീർന്നില്ല. മൂസ നബി അലൈഹിസ്സലാമിന്റെ ദുആ തുടരുകയാണ്. വക്തുബ് ലനാ ഫീ ഹാദിഹി ദുനിയാ ഹസനതൻ ഫിൽ ആഖിറ, അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ദുനിയാവിൽ നല്ലത് തരണം, നീ ഞങ്ങൾക്ക് ദുനിയാവിൽ നല്ലത് വിധിക്കണേ, പരലോകത്തും നീ ഞങ്ങൾക്ക് നല്ലത് വിധിക്കണേ. ഇന്നാ ഹുദ്നാ ഇലൈക, നിശ്ചയമായും ഞങ്ങളിതാ നിന്നിലേക്ക് ഖേദിച്ചു മടങ്ങിയിരിക്കുന്നു. ഇന്നാ ഹുദ്നാ ഇലൈക, ഞങ്ങൾ നിന്നിലേക്ക് ഇതാ മടങ്ങിയിരിക്കുകയാണ്. ആ നേരത്ത് റബ്ബ് പറഞ്ഞു, ഖാല അദാബി ഉസീബു ബിഹി മൻ നശാഉ വറഹ്മതി വസിഅത് കുല്ല ശൈഅ, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് പിടികൂടുക തന്നെ ചെയ്യും എന്ന് വിചാരിച്ച് ഞാൻ കരുണയില്ലാത്തവനല്ല. ശിക്ഷിക്കപ്പെടേണ്ടവരെ ഞാൻ ശിക്ഷിച്ചിട്ടുള്ളൂ, അർഹതപ്പെട്ടവർക്കേ ഞാൻ കൊടുത്തിട്ടുള്ളൂ എന്ന് വിചാരിച്ച് ഞാൻ കരുണയില്ലാത്തവനല്ല മൂസ. വറഹ്മതി, എന്റെ കാരുണ്യം, വസിഅത് കുല്ല ശൈഇൻ, എല്ലാ വസ്തുക്കളെയും ചൂഴ്ന്നു നിൽക്കാൻ മാത്രമുള്ള വിശാലമാണ് എന്റെ കാരുണ്യം. ഫസഅക്തുബുഹാ, അതുവഴിയെ ഞാൻ രേഖപ്പെടുത്തുന്നതാണ്, അതുവഴിയെ ഞാൻ കൊടുക്കുന്നതാണ്. ലില്ലദീന യത്തഖൂന, പടച്ച റബ്ബിനെ സൂക്ഷിച്ചു ജീവിക്കുന്നവർക്ക്. വയുതൂന സക്കാ, സകാത്ത് കണക്ക് തീർത്ത് കൊടുക്കുന്നവർക്കും. വല്ലദീന ഹും ബിആയാതിനാ യുഅ്മിനൂൻ, നമ്മുടെ ആയത്തുകളിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവർക്കും. മൂസ നബി അലൈഹിസ്സലാമിന്റെ ദുആക്ക് അല്ലാഹു കൊടുത്ത ഉത്തരാണ്. ഇതൊക്കെ നമ്മൾ പാഠം പഠിക്കണം. അള്ളാഹു അർഹതപ്പെട്ടവർക്ക് ശിക്ഷ കൊടുക്കുമ്പോ അള്ളാഹ് കരുണയില്ലാത്തവനൊന്നുമല്ല. അള്ളാഹുവിന്റെ കാരുണ്യം വിശാലാണ്. ആ വിശാലമായ കാരുണ്യം ഇവിടുന്ന് കിട്ടും. ഇവിടുന്ന് കിട്ടിയില്ലെങ്കിൽ പരലോകത്തേക്ക് അള്ളാഹ് നീട്ടിവെച്ചിട്ടുണ്ട്. അത് അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്കാണ് അത് കിട്ടുക. നിസ്കാരം നിലനിർത്തുന്നവർക്കാണ് കിട്ടുക. സക്കാത്ത് കൃത്യമായി കൊടുക്കുന്നവർക്കേ കിട്ടൂ. അള്ളാഹുവിന്റെ ആയത്തുകൾ കൃത്യമായി വിശ്വസിക്കുന്ന മോമിനീങ്ങൾക്കേ കിട്ടൂ. അത് നമുക്കുമുള്ള പാഠമാണ്. ഈ ലോകത്ത് ഇങ്ങനെ പലപ്പോഴും ഇങ്ങനെ ജീവിക്കുമ്പോ എന്തൊക്കെയോ കുറെ സൗകര്യങ്ങളൊക്കെ അള്ള തരുന്നു എന്ന് വിചാരിച്ച് നെകളിപ്പ് വേണ്ടാന്ന് അള്ള പറയണ്. അത് ഇപ്പൊ കിട്ടും, കുറച്ചേ ഞാൻ കിട്ടൂല. അത് ഫസഅക്തുബുഹ, അത് ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്, അത് ഭാവിയിൽ കൊടുക്കാൻ വെച്ചിരിക്കുകയാണ്. ലില്ലദീന യത്തഖൂന, തഖ്വയുള്ള ആളുകൾക്ക്. വയുതൂന സക്കാ, സക്കാത്ത് കൊടുക്കുന്നവർക്ക്. വല്ലദീന ഹും ബിആയാതിനാ യുഅ്മിനൂൻ, നമ്മുടെ ആയത്തുകളിൽ വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങൾക്ക്. അല്ലാഹു തആല മൂസ നബി അലൈഹിസ്സലാം സങ്കടപ്പെട്ട് ദുആ ചെയ്തപ്പോ അവിടെ വെച്ച് കൊടുത്ത മറുപടിയാണ്. അപ്പോ പശുക്കുട്ടിയെ ആരാധിച്ച ഈ സംഭവം, അത് അവരിൽ കടുത്ത ശിക്ഷ അള്ളാഹു ഏർപ്പെടുത്തി. അള്ളാഹിനെ കാണണമെന്ന് പറഞ്ഞ് പിന്നെയും നന്ദി കേട് പറഞ്ഞവരെ അവരെയും ശിക്ഷിച്ചു. പക്ഷേ ഈ ആളുകളെ പിന്നീട് അള്ളാഹു എന്ത് ചെയ്തു? സുമ്മ ബഅസ്നാകും മിൻ ബഅദി മൗതികും, അതാണ് അവിടുത്തെ അത്ഭുതം. അത് മറ്റവർക്ക് ഉണ്ടായിട്ടില്ല. സുമ്മ ബഅസ്നാകും മിൻ ബഅദി മൗതികും, നിങ്ങളുടെ മരണശേഷം പിന്നീട് നിങ്ങളെ ഞാൻ ജീവിപ്പിച്ചു. ലഅല്ലകും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരായേക്കാൻ വേണ്ടി.
അപ്പൊ ഈ മൂസ നബി അലൈഹിസ്സലാമിന്റെ കൂടെ പോയ ഈ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളും മരിച്ചുപോയെങ്കിലും അവരിൽ ശിക്ഷ വന്നെങ്കിലും റബ്ബ് പിന്നെ അവരെ അവിടെ വെച്ച് തന്നെ ജീവിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ അത്ഭുതകരമായ നിലക്ക് മരണത്തിന്റെ ശേഷം ജീവൻ വാസ്തവത്തിൽ പരലോകത്തല്ലേ നമുക്ക് കിട്ടേണ്ടത്, എന്നാൽ ഭൂമിയിൽ വെച്ച് തന്നെ മരിപ്പിക്കുകയും ഭൂമിയിലേക്ക് തന്നെ വീണ്ടും ജീവൻ കൊടുത്തുകൊണ്ട് ഭൂമിയിൽ വെച്ച് തന്നെ ഹയാത്താക്കുകയും ചെയ്തിട്ടുള്ള 4-5 സംഭവങ്ങൾ ഇതേ അധ്യായത്തിൽ തന്നെ അഥവാ സൂറത്തുൽ ബഖറയിൽ തന്നെ അല്ലാഹു തആല പഠിപ്പിച്ചിട്ടുമുണ്ട്. ഒന്ന് ഈ സംഭവം തന്നെ അൽ ബഖറയിൽ തന്നെ 5 സ്ഥലത്ത് 5 സംഭവങ്ങൾ അല്ലാഹു പറയുന്നുണ്ട്. ഒക്കെ എന്താ? മരിച്ചതിന്റെ ശേഷം ഹയാത്താക്കിയതാണ്. ഈ ഭൂമിയിൽ വെച്ച് സാധാരണ മരിച്ച ഹയാത്താക്കൽ എവിടുന്ന? പരലോകത്തുനിന്നാണ്. ഇത് ഇവിടെ തന്നെ മരിച്ച് ഇവിടെ തന്നെ വീണ്ടും ഹയാത്താക്കിയ 5 സംഭവങ്ങൾ പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ തന്നെ അല്ലാഹു വ്യത്യസ്ത സ്ഥലങ്ങളിലായി പറഞ്ഞിരിക്കുകയാണ്. അതിൽ ഒന്നാമത്തെ സംഭവം ഇതന്നെ. ഇവരിങ്ങനെ ആവശ്യപ്പെട്ടപ്പോ അവർക്ക് ഇടുത്തി ബാധിച്ചു, അവരെ നശിപ്പിച്ചു. പിന്നെ അവരെ മരണത്തിന്റെ ശേഷം അവരെ വീണ്ടും ജീവൻ കൊടുത്തു, ജീവിപ്പിച്ചു. രണ്ടാമത്തെ സംഭവം പരിശുദ്ധ ഖുർആനിൽ തന്നെ നമ്മുടെ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരാൻ പോകുന്നുണ്ട്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്ത് ഒരു വധക്കേസിൽ പ്രതിയെ ആരാണെന്ന് മനസ്സിലാകാതെ വന്നപ്പോൾ, ഞാൻ ഇപ്പോൾ അതിലേക്ക് പ്രവേശിക്കുന്നില്ല, അത് വിശാലമായി വഴിയെ വിശദീകരിക്കാനുള്ളതാണ്. ഏതോ ആവട്ടെ, ആരാണ് ഘാതകനെന്ന് അറിയാൻ മരിച്ച മയ്യത്തിന്റെ ശരീരത്തിൽ ഒരു പശുവിനെ അറുത്തിട്ട് അതിന്റെ കേവലം ചില ഭാഗങ്ങൾ കൊണ്ട് മയ്യത്തിനെ അടിച്ചാൽ അതിനെ ജീവൻ വെച്ചോളും, ആ മനുഷ്യൻ ഹയാത്തായിക്കോളും. എന്നിട്ട് പറയും ആരാണ് എന്റെ ഘാതകനെന്ന്. ഫഖുൽന ദുരിബൂഹു ബിബഅദിഹാ കദാലിക യുഹ്യില്ലാഹുൽ മൗതാ വയുരീകും ആയാതിഹി ലഅല്ലകും തഅഖിലൂൻ. സൂറത്തുൽ ബഖറ. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പുതുമ തോന്നും. കാരണം എന്താ അറിയാം, നമ്മൾ ഇസ്ലാമിക ചരിത്രം പഠിച്ചിട്ടില്ല, നമുക്ക് ഖുർആൻ അറിയില്ലല്ലോ, ഖുർആന്റെ ചരിത്രം നമ്മൾ വായിച്ചിട്ടില്ല. വേണ്ടാത്ത ഒരുപാട് ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ചയിൽ കൊണ്ടുവരുന്നുണ്ട്. അള്ളാഹു അവന്റെ വിശുദ്ധ ഖുർആനിലൂടെ എന്തൊക്കെ നമ്മോട് ഗുണപാഠത്തിന് വേണ്ടി മുൻ സമുദായങ്ങളെ കുറിച്ച് പറഞ്ഞു തന്നു എന്ന് പലപ്പോഴും നമ്മൾക്ക് അറിഞ്ഞുകൂടാ, അതറിയില്ല. ഇവിടെ ആ പശുവിന്റെ ഏതാനും ചില അവശിഷ്ടങ്ങൾ കൊണ്ട് ആ മരിച്ചു കിടക്കുന്ന ബോഡിയിൽ തട്ടിയപ്പോ അയാൾക്ക് ഹയാത്ത് കിട്ടി. അയാൾ പറഞ്ഞു ആരാ എന്റെ ഘാതകൻ. കണ്ടോ, മരിച്ചതിന്റെ ശേഷം ഭൂമിയിൽ നിന്ന് ഹയാത്താക്കി കൊടുത്ത രണ്ടാമത്തെ സംഭവമാണ്. ഇതേ അധ്യായം സൂറത്തുൽ ബഖറയിൽ 73-ാമത്തെ ആയത്ത്. ഇനി അതാ സൂറത്തുൽ ബഖറയിൽ തന്നെ 243-ാമത്തെ സൂക്തം. الذين خرجوا من ديارهم وهم ألوف حذر الموت فقال لهم الله موتوا ثم أحياهم. മരണത്തെ പേടിച്ചുകൊണ്ട് കുറെ ആളുകൾ വൃഷഭവനങ്ങളിൽ നിന്ന് പേടിച്ചിറങ്ങി ഓടിപ്പോയ രംഗം വരാൻ പോകുന്നുണ്ട്. അവിടെയും അല്ലാഹു അവരെ മരിപ്പിച്ചു കിടത്തിയിട്ട് പിന്നെയും ജീവൻ കൊടുത്തതായി പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരാണ്. അതാണ് മൂന്നാമത്തെ സംഭവം. അതൊക്കെ വിശദീകരിക്കേണ്ടതാണ് ഇൻഷാ അല്ലാഹ്. അത് അതിന്റെ അവസരങ്ങളിൽ നമുക്ക് വിശദീകരിക്കണം. ഇനി നാലാമത്തെ സംഭവം മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹിനോട് ചോദിച്ച സംഭവമാണ്. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ചരിത്രം പറഞ്ഞെടുത്ത് നമ്മളത് പറഞ്ഞതുകൊണ്ട് ഞാൻ സൂചന കൊണ്ട് മതിയാക്കുകയാണ്. റബ്ബേ അരിനി കൈഫ തുഹ്യിൽ മൗതാ, നീ എങ്ങനെയാണ് മരിച്ചവരെ ജീവിപ്പിക്കുന്നതെന്ന് ചോദിച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഒരു സമാധാനം കിട്ടുന്ന നിലക്കുള്ള ഒരു കാര്യം പറഞ്ഞു കൊടുത്തില്ലേ. നീ പക്ഷികളെ പിടിക്കണം, 4 പക്ഷികളെ പിടിച്ചിട്ട് എന്നിട്ട് നീ അവരെ ഇണക്കിയിട്ട് നീ അവയെ അറുത്ത് കഷണങ്ങളാക്കിയിട്ട് വ്യത്യസ്ത മലകളിൽ കൊണ്ടുപോയി വെച്ചിട്ട് ഫദുഉഹുന്ന യതീനക സഅയാ, എന്നിട്ട് നീ അവരെ ഇങ്ങ് വിളിച്ചാൽ ആ പക്ഷികളുടെ പലയിടത്തുമായി വെച്ചിട്ടുള്ള ശരീരങ്ങളെ അതങ്ങനെ ഏത് പക്ഷിയിലേക്കാണോ വേണ്ടതെങ്കിൽ അതങ്ങ് വന്നിട്ടങ്ങ് കൂടിക്കൂടി അത് പക്ഷിയായി മാറും എന്ന് പറഞ്ഞല്ലോ. അവിടെ ആ രൂപത്തിലുള്ള അറുത്ത പക്ഷികളെ വീണ്ടും ജീവൻ ലഭിച്ച ചരിത്രം പരിശുദ്ധ ഖുർആനിൽ ഇതേ അധ്യായത്തിൽ തന്നെ 260-ാമത്തെ ആയത്തിൽ പഠിപ്പിക്കുന്നു. ഇനി അഞ്ചാമത്തെ സംഭവം പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിൽ തന്നെ 259-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം. ഒരു കഴുതയെയും കൊണ്ട് ഒരാൾ നടന്നു പോകുമ്പോൾ ഒരു രാജ്യമാകെ തകർന്നു കിടക്കുമ്പോൾ അയാൾ അത്ഭുതപ്പെട്ടിട്ട് ചോദിച്ചു, എന്തൊരു മനോഹരമായ നാടായിരുന്നു ഇത്, ഇതാകെ നിലംപൊത്തി തരിശായി തകർന്നു കിടക്കുകയാണെങ്കിലോ, ഈ രാജ്യമൊക്കെ ഇനി ഒരു നല്ലൊരു രൂപത്തിലുള്ള അതിന്റെ പഴയകാല നാഗരികതയിലേക്ക് തിരിച്ചു വരുമോ, അങ്ങനെ സംഭവിക്കോ? ആ സമയത്ത് അല്ലാഹു അദ്ദേഹത്തെ എന്തു ചെയ്തു?
ഫഅമാതഹു അല്ലാഹു മിഅത ആം, 100 കൊല്ലം അയാളെ റബ്ബ് മരിപ്പിച്ച് കിടത്തി. സുമ്മ ബഅസഹു, പിന്നീട് അയാൾക്ക് ജീവൻ കൊടുത്തു, അപ്പൊ 100 കൊല്ലം മരിപ്പിച്ച് കിടത്തിയ മനുഷ്യൻ ഈ ഭൂമിയിൽ വെച്ച് തന്നെ ഹയാത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ മനുഷ്യനോട് പറഞ്ഞു, നിന്റെ കൂടെ ഉണ്ടായിരുന്ന കഴുതയെ നോക്കൂ, ആ കഴുതയതാകെ കൂടി ആകെ നുരുമ്പി ജീർണിച്ചു പോയത് കണ്ടില്ലേ? അതേ സുമ്മനുൻഷിസുഹാ, അതേ കൈഫനുൻഷിസുഹാ, എങ്ങനെയാണ് നിന്റെ കഴുതയെ നീ നോക്ക്, വൻതുറയിലല്ലിളാമി കൈഫനുൻഷിസുഹാ സുമ്മനക്സുഹാ ലഹ്മാ, ആ കഴുതയുടെ എല്ലുകളിലേക്ക് നീ നോക്ക്, ഞാൻ എങ്ങനെയാണ് അതിനെ ക്രോഡീകരിച്ചു കൊണ്ടുവരുന്നത്. ആ മാംസമില്ലാത്ത എല്ലുകളിൽ നാം എങ്ങനെയാണ് മാംസം പൊതിഞ്ഞ് അതിനെ പഴയ രൂപത്തിലേക്ക് ആക്കി തീർക്കുന്നതെന്ന് നോക്കിക്കണ്ടോളൂ എന്ന് ഈ മനുഷ്യന് ജീവൻ കൊടുത്തതിന്റെ ശേഷം ആ കഴുതക്ക് ജീവൻ വരുന്നത് പോലും കാണിച്ചു കൊടുക്കുന്നു. ഇങ്ങനെയുള്ള 4-5 സംഭവങ്ങൾ അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. സാധാരണഗതിയിൽപ്പെട്ട കാര്യങ്ങളല്ല ഇതൊന്നും. സാധാരണ മനുഷ്യൻ ഭൂമിയിൽ വെച്ച് മരിച്ചാൽ അവനെ കൊണ്ടുപോയി ഖബറടക്കും. പിന്നെ അവന്റെ ബർസഖിയായ ലോകമാണ്. ഈ ലോകത്തേക്ക് അവനൊരു മടക്കമില്ല. പിന്നെ അവൻ മഹ്ശറിലേക്കാണ് പോവുക, അവിടേക്കാണ് ജീവൻ ലഭിക്കുക. അതിന് വിരുദ്ധമായി ഇവിടെ ഈ ലോകത്ത് വെച്ച് തന്നെ നടന്ന 5ഓളം സംഭവങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് പറഞ്ഞതിൽ ഒരു ഭാഗമാണ് ഈ കണ്ട സംഭവം, അതല്ലെങ്കിൽ ഈ പറയപ്പെട്ട സംഭവം. ഈ രൂപത്തിലൊക്കെ അങ്ങനെ ഉണ്ടായി. അത് സാന്ദർഭികമായിട്ട് ഞാൻ എന്റെ സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്തിയതാണ്. അങ്ങനെ ഇതിന്റെയൊക്കെ ശേഷം മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്രായേലരോട് വേറെയും ഒരു കൽപ്പന നടത്തി നോക്കി. അള്ളാന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ ജനതയുടെ നന്ദികേട് മനസ്സിലാക്കാനായി പറയുന്നത്. ഇതുകൊണ്ടാ സഹോദരന്മാരെ, നമ്മള് സൂറത്തുൽ ഫാത്തിഹ ഓതുമ്പോ, സൂറത്തുൽ ഫാത്തിഹ നമ്മൾ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിനോട് ഒരു ജനവിഭാഗത്തിൽ നിന്ന് കാവൽ ചോദിക്കുന്നുണ്ട്. അള്ളാഹുവിനോട് ഒരു ജനവിഭാഗത്തിൽ നിന്ന് കാവൽ ചോദിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, എന്താ സൂറത്തുൽ ഫാത്തിഹയിലൂടെ നമ്മൾ പറയുന്നത്? ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, നേരായ പാതയിലേക്ക് നീ ഞങ്ങളെ വഴി നടത്തണേ അല്ലാഹ്. സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ വഴിയിൽ നീ വഴി നടത്തണം. അഥവാ അള്ളാഹുവിന്റെ നിഅമത്തിന് വിധേയരായ അമ്പിയാക്കളും അതുപോലെ തന്നെ ശുഹദാക്കളും സിദ്ദീഖുകളും സാലിഹീങ്ങളും ഒക്കെ നടന്നതായ പാതയിലേക്ക് നീ ഞങ്ങളെ വഴി നടത്തണം. അതേ അവസരത്തിൽ ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ, നിന്റെ കോപത്തിനും നിന്റെ ശാപത്തിനും വിധേയരായ കക്ഷികളിൽ പെടുത്തല്ലേ, പഴച്ചുപോയ കക്ഷികളുടെയും മാർഗത്തിൽ പെടുത്തല്ലേ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആത്മാർത്ഥമായി എന്ത് പറയുന്നത്? ആമീൻ. റബ്ബേ, ഈ ദുആ കേട്ടാലും സ്വീകരിച്ചാലും ഉത്തരം തന്നാലും. ഇത് നമ്മളൊക്കെ മനസ്സിലാക്കണം. നമ്മൾ അള്ളാഹുവോട് ഇങ്ങനെ 17 തവണ ഒരു ദിവസം അത് ചോദിക്കുന്നുണ്ട്. ഈ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്ന് പറയുന്ന കക്ഷികളിൽ പെടുത്തല്ല റബ്ബേ. എന്തേ ഇവർക്ക് അള്ളാന്റെ ഗളബ് കിട്ടാൻ കാരണം? എന്തേ ഇവര് മഗ്ദൂബി അലൈഹിം അതുപോലെ തന്നെ ളാല്ലീങ്ങളൊക്കെ ആവാൻ കാരണം? എന്തേ അവർക്ക് അള്ളാഹുവിന്റെ ശാപമുണ്ടാകാൻ കാരണം? അള്ളാഹുവിന്റെ കോപവും കൊണ്ട് ഈ ജനത മടങ്ങി. എന്തേ കാരണം? അനുസരണക്കേട്. എന്ത് പറഞ്ഞോ അത് ചെയ്യൂല. അപ്പൊ നമ്മൾ സൂറത്തുൽ ഫാത്തിഹ ഓതുമ്പോ അള്ളാഹിനോട് പറയുമ്പോ നമ്മൾ ഓർക്കണം, അള്ളാഹ് എന്തു പറഞ്ഞാലും അനുസരിക്കാത്തൊരു കമ്പനി കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു, ആ ടീമിൽ എന്നെ പെടുത്തല്ലേ. അതേ അവസരത്തിൽ നീ എന്ത് കൽപ്പിച്ചാലും കൽപ്പിച്ചത് ഉടനടി ചെയ്ത പാരമ്പര്യമുള്ള നേതാക്കൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാം ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, അനുസരിക്കൂ എന്ന് പറഞ്ഞപ്പോഴേക്കും അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ഞാൻ റബ്ബുൽ ആലമീൻ അനുസരിച്ചു. വളരെ കൃത്യമായിട്ട് പറഞ്ഞ മഹാനുഭാവന്മാരായ അമ്പിയാക്കൾ, നല്ലവരായ മഹാനുഭാവന്മാര്, അവരുടെയൊക്കെ വഴിയിൽ നീ എന്നെ ചേർക്കണം. നിന്റെ ശാപകോപത്തിന് വിധേയരായ കക്ഷികളുണ്ട്. എന്ത് കൽപ്പിച്ചോ കൽപ്പിച്ച കാര്യത്തിലേക്ക് ചെവി കൊടുക്കാതെ അതിനൊക്കെ മുട്ടുന്യായങ്ങൾ പറഞ്ഞിട്ട് അള്ളാന്റെ കൽപ്പനയിൽ നിന്ന് കുതറിച്ചാടാൻ വേണ്ടി മുന്നോട്ട് പോയി നശിച്ചു പോയ ഒരു സമൂഹമാണ് മുൻഗാമികൾ. അവരുടെ വഴിയിൽ നീ എന്നെ പെടുത്തല്ല റബ്ബേ എന്നാണ് നമ്മൾ അള്ളാനോട് ചോദിക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് നമുക്ക് പറയാൻ കഴിയാറുണ്ടോ? അത് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. നമ്മളിങ്ങനെ ഒരു ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ കയ്യാണ് കെട്ടി നിന്ന ഒരു വജ്ജത്ത് വരും, അത് മരിക്കോളം വജ്ജത്ത് വരും.
മരണം വരെ വജ്ജഹത്വം. കാരണം അവൻ അതേ പഠിച്ചു വെച്ചിട്ടുള്ളൂ. വാസ്തവത്തിൽ അള്ളാന്റെ റസൂല് മരണം വരെ കൈ കെട്ടിയാൽ പ്രാരംഭ പ്രാർത്ഥനയായിട്ട് വജ്ജഹത്വം മാത്രമേ ചൊല്ലിയിട്ടുള്ളൂ? അല്ല. അവിടുന്ന് വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വ്യത്യസ്ത ദുആഉൽ ഇസ്തിഫ്താഹുകളാണ് അവിടുന്ന് നിർവഹിക്കാറുള്ളത്. ചിലപ്പോ വജ്ജഹത്തു വജ്ഹിയ ലില്ലദീന പൂർണ്ണമായിട്ട് പറയും, ചിലപ്പോ എന്ത് പറയും, അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖതായായ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന പറയും. ചിലപ്പോ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക എന്ന് തുടങ്ങുന്ന ഒരു കൊച്ചു ദിക്റുണ്ട്, അത് പറയും. അങ്ങനെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ വ്യത്യസ്ത രൂപത്തിലാ. ചിലപ്പോ രാത്രിയിൽ നിസ്കാരത്തിന് എഴുന്നേറ്റാൽ ഇതൊന്നുമല്ലാതെ വേറെയാ പറയാ, അല്ലാഹുമ്മ റബ്ബ ജിബ്രീല വമീകായീല വഇസ്റാഫീല ഫാത്തിറസ് സമാവാതി വൽ അർള് അലിമുൽ ഗൈബി വശഹാദ അൻത തഹ്കുമു ബൈന ഇബാദിക ഫീമാ കാനൂ فيه يختلفون اهدني لما اختلف فيه من الحق بإذنك إنك تهدي من تشاء إلى صراط مستقيم. അല്ലാഹുവിന്റെ റസൂൽ തഹജ്ജുദിന് രാത്രിയിലെ നിസ്കാരത്തിന് വേണ്ടി കൈകെട്ടി നിന്നാൽ അവിടുന്ന് പറഞ്ഞിരുന്ന പ്രാരംഭ പ്രാർത്ഥനയാ. ഇങ്ങനെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ വ്യത്യസ്ത രീതിയിൽ നിർവഹിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സുന്നത്തുകളെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരാതെ മരിക്കോളം ഒരു വജ്ജഹത്ത് കല്ലിട്ട് കഴിയുന്ന ആളുകളുണ്ട്. ഹറാമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, അങ്ങനെ ചൊല്ലിയ നിസ്കാരം ശരിയാവില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, അങ്ങനൊന്നും ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. എന്നാൽ നമുക്കൊരു പൂർണ്ണമായ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചതൊക്കെ നമുക്കും ജീവിതത്തിൽ നിർവഹിച്ചൂടെ? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് സൂറത്തുൽ ഫാത്തിഹ അടക്കം നമ്മൾ നിർവികാരരായിട്ട് ആമീൻ പറയാണ്, നിർവികാരരായിട്ട് ആമീൻ പറയാണ്. എന്താ പറഞ്ഞത് നമുക്ക് മനസ്സിലായിട്ടില്ല. അള്ളാഹിനോട് ഇത്ര വളരെ ഉച്ചത്തിൽ ഇമാമും മൗമുമീങ്ങളും കൂട്ടമായിട്ട് ഒരേ സ്വരത്തിൽ നിങ്ങൾ ഇമാമ് ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്ന് പറഞ്ഞ് അവസാനിക്കുമ്പോൾ നിങ്ങൾ ആമീൻ പറയണം. കാരണം നിങ്ങളും ഇമാമൊക്കെ അത് പറയുന്ന കൂട്ടത്തിൽ നിങ്ങളുടെ കൂടെയുള്ള മലക്കുകൾ ആമീൻ പറയുന്നുണ്ട്. മലക്കുകളുടെ ആമീനും നിങ്ങളുടെ ആമീനും ഒക്കെ ഉണ്ട്, യോജിച്ചാണ് വന്നാലുണ്ടല്ലോ ഉത്തരം റെഡിയാ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്തിനാ? ഇത്ര വലിയ രൂപത്തിലുള്ള അള്ളാന്റെ ശാപത്തിനും കോപത്തിനും ഒരു ജനത വിധേയരായി അവരിൽ നിന്ന് 17 തവണ നിർബന്ധമായി ഞാനും നിങ്ങളും രക്ഷ ചോദിക്കുന്നുവെങ്കിൽ ആ സമുദായത്തിന്റെ ദുൽമ് അത്രയും കടുപ്പല്ലേ? അത് നമ്മളിൽ വന്നുപോയ അള്ളാഹ്ക്ക് നമ്മളും വലുപ്പമേറുകയില്ല. അല്ലാഹു തആല അള്ളാന്റെ റസൂലിലൂടെ നമുക്കൊരു മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. ഒരു മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. ലതത്തബിഉന്ന സനന മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാഅ്. നിങ്ങൾ നിങ്ങളുടെ മുൻകഴിഞ്ഞു പോയ സമുദായത്തിന്റെ നടപടിക്രമങ്ങളെ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി നിങ്ങളും പിന്തുടരുക തന്നെ ചെയ്യും. അല്ലാഹുവിന്റെ റസൂല് അത് പറഞ്ഞപ്പോൾ സഹാബത്ത് ചോദിച്ചു, ആരെ ഉദ്ദേശിക്കുന്നത്? യഹൂദികളാണോ നസ്രാനികൾ? പിന്നെ അവരല്ലാതെ വേറെ ആരാണ്? അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കണം, അവരുടെ പല ആചാരങ്ങളും കൊണ്ടും കൊടുത്തും കടമെടുത്ത് നമ്മൾ നടക്കുന്നുണ്ട്. യഹൂദി കൊണ്ടുവന്ന പല സംസ്കാരങ്ങൾ കൊണ്ട് നടക്കുന്നുണ്ട്. യഹൂദി പഠിപ്പിച്ച ഒരുപാട് ആചാരങ്ങൾ കൊണ്ട് നടക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊക്കെ കൊണ്ട് നടക്കും ജീവിതത്തില്. എല്ലാത്തിന്റെയും ആളുമാണ് നമ്മൾ. എന്നിട്ട് പള്ളിയിലെത്തി നിസ്കരിക്കുമ്പോ ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്ന് പറഞ്ഞിട്ട് ആമീൻ എന്ന് ഉറക്കെ വിളിച്ചു പറയും ചെയ്യും. എന്താണ് ആ പ്രാർത്ഥനയിൽ ഒരർത്ഥമുള്ളത്? നമ്മുടെ മനസ്സിൽ തട്ടി. അപ്പൊ അള്ളാന്റെ ശാപത്തിനും കോപത്തിനും ഒരു ഖൗമ വിധേയരായി അവരുടെ കൂട്ടത്തിൽ എന്നെ പെടുത്തല്ല റബ്ബേ എന്ന് പറയാൻ മാത്രം ഒരു ജനത അധപ്പതിച്ചു പോയിരുന്നുവെങ്കിൽ ആ ജനതക്കുണ്ടായ കോട്ടങ്ങളും ന്യൂനതകളും തകരാറുകളും നമ്മുടെ ജീവിതത്തിൽ വരരുതേ, വരാതിരിക്കാൻ ശ്രമിക്കണേ എന്നാണ് അള്ളാഹു അതിലൂടെ ആ ഫാത്തിഹ ഓദിക്കുന്നതിലൂടെ നമ്മിൽ നിന്ന് ലക്ഷ്യമാക്കുന്നത്. ഇതറിഞ്ഞുകൊണ്ട് പറയണം. ശരി, ഈ സമൂഹത്തിന്റെ ഓരോ അനുസരണക്കേടുകളും നമ്മൾ സാമ്പിളുകളായിട്ട് ഖുർആൻ ഇങ്ങനെ പറഞ്ഞു തരാണ്. അല്ലാഹു തആല പറയണേ, ഇനി മൂസ നബി അവരോട് പറഞ്ഞൊരു കാര്യം അവരെ ഇങ്ങനെ ഓർമ്മപ്പെടുത്താണ്. എന്താ എന്റെ ജനങ്ങളെ നിങ്ങൾക്ക് സംഭവിച്ചു പോയത്? എന്തേ നിങ്ങൾക്ക് ഇങ്ങനെ പറ്റിപ്പോയി എന്ന് സങ്കടത്തോടെ മൂസ നബി അലൈഹിസ്സലാം അവരോട് ചോദിക്കുന്നു. വഇദ് ഖാല മൂസാ ലിഖൗമിഹി യാ ഖൗമി ദുകുറൂ നിഅമതല്ലാഹി അലൈക്കും ഇദ് ജഅല ഫീകും അംബിയാ വജഅലകും മുലൂകാ വആതാകും മാ ലം യുഅതി അഹദൻ മിനൽ ആലമീൻ. മൂസാ അലൈഹിസ്സലാം തന്റെ ജനതയോട് പറഞ്ഞു, യാ ഖൗമി, എന്റെ ജനങ്ങളെ, നിങ്ങൾ അള്ളാനൊന്ന് അനുസരിക്കും. കാരണം അള്ളാഹു നിങ്ങളുടെ മേൽ ചൊരിഞ്ഞു തന്നിട്ടുള്ള നിഅമത്തുകൾ നിങ്ങൾ ഓർക്കണേ. എത്രയാ കൂട്ടരെ അള്ളാഹ് നിങ്ങൾക്ക് നിഅമത്ത് തന്നത്? നിങ്ങൾ ആരായിരുന്നു?
എത്ര പീഡനങ്ങളാ നിങ്ങൾ അനുഭവിച്ചത്. അള്ളാഹു നിങ്ങൾക്ക് എത്രയാ നിങ്ങൾക്ക് വാരിക്കോരി തന്നത്. ഇത് ജഅല ഫീകും അംബിയാ, നിങ്ങളിൽ എത്രയെത്ര നബിമാരെയാണ് അള്ളാഹു അയച്ചു തന്നത്. അതേ, ബനൂ ഇസ്രായേൽ എന്നറിയപ്പെടുന്നത്, ആ പേര് ചേർക്കപ്പെടുന്നത് ഇസ്രായേൽ എന്ന നബിയിലേക്കാണ്. ഇസ്രായേൽ എന്ന പേരുള്ള നബി ആരെന്ന് ചോദിച്ചാൽ മുസ്ലിമീങ്ങൾക്കൊക്കെ മറുപടി അറിയാം, യഅഖൂബ് അലൈഹിസ്സലാം. ആ യഅഖൂബ് അലൈഹിസ്സലാമിന്റെ മറ്റൊരു പേരായിരുന്നു ഇസ്രായേൽ. ആ പ്രവാചകന്റെ 12 മക്കളുടെ പരമ്പരയാണ് ബനൂ ഇസ്രായേലരായിട്ട് പിൽക്കാലത്ത് വളർന്നു വലുതായത്. ആ യഅഖൂബ് അലൈഹിസ്സലാം എന്ന പൂർവ്വപിതാവിന്റെ കാലം തൊട്ട് ഇന്ന് അവരെ നയിച്ചുകൊണ്ടിരിക്കുന്ന മൂസാ അലൈഹിസ്സലാം എന്ന പ്രവാചകന്റെ ഇടക്ക് എത്രത്തോളം നബിമാരെയാണ് അള്ളാഹു അവരിലേക്ക് തന്നെ അയച്ചു കൊടുത്തത്. അതവരെ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ മറ്റ് സമുദായങ്ങളെ പോലെയൊന്നുമല്ല എന്റെ ജനങ്ങളെ. എത്ര നബിമാരെയാ അള്ളാഹ് നിങ്ങൾക്ക് തന്നത്. നിങ്ങൾ അതിനൊക്കെ നന്ദി കാണിക്കണ്ടേ. വജഅലകും മുലൂകാ, നിങ്ങളെ അവൻ രാജാധികാരികളാക്കിയില്ലേ. പല രാജാക്കളും നിങ്ങളിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയ പീഡനങ്ങൾ സഹിച്ചിട്ട്, ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ സഹിച്ചിട്ട് ഇപ്പൊ രാജപദവി ഉള്ളതുപോലെയല്ലേ നിങ്ങളിൽ പലരും ജീവിച്ചത്. പല അധികാരങ്ങളും അല്ലാഹു തന്നില്ലേ, പല സുഖങ്ങളും സൗകര്യങ്ങളും നിങ്ങൾ കണ്ടില്ലേ. അതുപോലെ തന്നെ ആതാക്കും, നിങ്ങൾക്ക് റബ്ബ് തന്നില്ലയോ മാലം യുഅ്തി അഹദം മിനൽ ആലമീൻ, ലോകത്ത് ഇന്ന് വരെ ഒരു കുട്ടിക്കും കൊടുക്കാത്തത്ര പലതും നിങ്ങൾക്ക് തന്നില്ലേ. പലതും നിങ്ങൾക്ക് അവൻ കാണിച്ചു തന്നില്ലേ. പലതും നിങ്ങളുടെ മുമ്പാകെ വെച്ച് റബ്ബ് നടപ്പാക്കി കാണിച്ച് നിങ്ങളെ രക്ഷപ്പെടുത്തിയില്ലേ. ഇതൊക്കെ ചെയ്തിട്ടും എന്തേ ജനങ്ങളെ നിങ്ങൾ ഇങ്ങനെയായി പോകുന്നത്? ഒന്ന് അള്ളാന്റെ കൽപ്പനയിലേക്ക് ഒന്ന് ചോദ്യം ചെയ്യാതെ പറഞ്ഞാലൊന്നനുസരിക്കണേ എന്ന ആമുഖം പറഞ്ഞിട്ടാണ് മൂസ നബി അലൈഹിസ്സലാം ആ ജനതയോട് പറയുന്നത്, യാ ഖൗമി ദുഖുലുൽ അർദൽ മുഖദ്ദസ അല്ലതി കതബല്ലാഹു ലക്കും വലാ തർതദ്ദൂ അലാ അദ്ബാരിക്കും ഫതൻഖലിബൂ ഖാസിരീൻ. അദ്ദേഹത്തിന്റെ കൽപ്പന, ഈ ആമുഖമൊക്കെ പറഞ്ഞ് നമ്മൾ വിചാരിക്കും എന്ത് നന്നായിട്ടുണ്ടാവും. കാരണം അത്ര മനസ്സ് പൊട്ടിയിട്ടല്ലേ, അത്ര മനസ്സ് തട്ടൂലേ. ഏതൊരു മനുഷ്യന്റെ മനസ്സിലേക്കും തട്ടുന്ന കഴിഞ്ഞകാല അനുഭവങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തിയ ആ സമൂഹത്തിന്റെ മുമ്പിൽ വെച്ച് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എത്ര നസീഹത്തോടെ തന്മയത്വത്തോടെ പറഞ്ഞു. ആമുഖമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇനി ഒരു ഓർഡർ പറയണം അവരോട്. എന്താ ഓർഡർ? യാ ഖൗമി, എന്റെ ജനങ്ങളെ, ഉദ്ഖുലുൽ അർദൽ മുഖദ്ദസതല്ലതി കതബല്ലാഹു ലക്കും, അല്ല നിങ്ങളോട് നിങ്ങൾക്കൊരു പ്രദേശം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ ഞാൻ ഇങ്ങോട്ട് ചെങ്കടൽ കിടത്തിയിട്ട് കൂട്ടിക്കൊണ്ടുവരുമ്പോ നിങ്ങളെ പാർപ്പിക്കാൻ വേണ്ടി അള്ളാഹു നിങ്ങളോടൊരു വാഗ്ദത്ത ഭൂമി എന്നോട് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ഫലസ്തീൻ എന്ന് പറയുന്ന ബൈത്തുൽ മുഖദ്ദസ് ഉൾക്കൊള്ളുന്ന മുഖദ്ദസത്തായ ഭൂമി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആ ഫലസ്തീൻ എന്ന മണ്ണാണ് നമുക്കുള്ള രാജ്യം. ആ രാജ്യത്താണ് നിങ്ങൾക്ക് പോയിട്ട് സ്ഥിരമായി താമസിക്കേണ്ടത്. അതുകൊണ്ട് പക്ഷേ ആ രാജ്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കണേ. ആ രാജ്യത്തേക്ക് പ്രവേശിക്കുമ്പോ നിങ്ങൾ പിന്തിരിഞ്ഞു ഓടല്ലേ. നിങ്ങൾ അങ്ങോട്ട് കടക്കാൻ ഞങ്ങളില്ലെന്ന് ദയവായി പറയരുത്. ഫതൻഖലിബൂ ഖാസിരീൻ, അന്നേരം നിങ്ങൾക്ക് പരാജയമേ ഉണ്ടാവുകയുള്ളൂ. മടങ്ങിപ്പോരരുതേ. നിങ്ങൾ ആ രാജ്യത്തേക്ക് മുന്നേറണം. കാരണം എന്താ? സുഖകരമായിട്ടാണ് ഫലസ്തീനിക്ക് കയറാൻ പറ്റൂല. കാരണം ഫലസ്തീൻ എന്ന് പറയുന്ന മഹാന്മാരായ ആളുകളുടെ ഭരണത്തിൻ കീഴിൽ ഒരു കാലത്ത് വിരാജിച്ചിരുന്ന ഫലസ്തീൻ, ആ കാലഘട്ടത്തിൽ കടുത്ത അക്രമികളും അധികായന്മാരും മല്ലന്മാരും ശക്തന്മാരുമായ അമാലിഖ എന്ന് പറയുന്ന ഒരു ഗോത്രവർഗം കുടിയേറി പാർത്തിട്ട് അവരുടെ അധീനത്തിൽ അവരാക്കിയിരുന്നു. ഇന്ന് ജൂതന്മാര് കയ്യേറുന്നതിന്റെ മുമ്പ് പണ്ട് കാലത്ത് ഫലസ്തീൻ കയ്യേറിയിരുന്നു. അമാലിക്കർ എന്ന് പറയുന്ന വളരെ കരുത്തരായ ശക്തരായ ഒരു വിഭാഗം ആളുകൾ കുടിയേറി പാർത്ത നാടാകെ കുട്ടിച്ചോറാക്കിയിരുന്നു ഫലസ്തീൻ. ആ ഫലസ്തീനാണ് ഇസ്രായേലിലേക്കുള്ള വാഗ്ദത്ത ഭൂമി. അതുകൊണ്ട് അള്ളാഹു അവരോട് നിർദ്ദേശിച്ചതെന്താ? മൂസാ നബി അലൈഹിസ്സലാമും ഈ ചെങ്കടൽ കടന്ന് രക്ഷപ്പെട്ട ഈ മുഅ്മിനീങ്ങളായ ആളുകളുണ്ടല്ലോ, നിങ്ങൾ ആ രാജ്യത്തേക്ക് പ്രവേശിച്ചിട്ട് അവിടെയുള്ള ഈ രൂപത്തിലുള്ള ദുർഭരണത്തിന്റെ വക്താക്കളെ അവിടെ നിന്ന് അടിച്ചു പുറത്താക്കിയിട്ട് അവരെ അതിജയിച്ചിട്ട് നിങ്ങൾ ആ നാട് കൈയടക്കിയിട്ട് നിങ്ങൾ അവിടെ പാർക്കണം. വെറുതെ കയറി ചെല്ലാൻ പറ്റില്ല. നിങ്ങൾ അങ്ങനെ അവരെ അതിജയിച്ചിട്ട് ആ രാജ്യം നിങ്ങൾ
നിങ്ങൾക്ക് താമസ യോഗ്യമാക്കി തീർക്കണം. ഇതാണ് അള്ളാന്റെ കൽപ്പന. അതുകൊണ്ടാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരോട് പറയുന്നത് എന്ത്? ആ ശക്തരായ ജനതയെ അവരോട് പൊരുതി ജയിച്ചിട്ട് വേണം നിങ്ങൾക്കതിൽ പ്രവേശിക്കാൻ. അതുകൊണ്ടാണ് മൂസാ നബി അലൈഹിസ്സലാം എന്ത് പറഞ്ഞത്? വലാ തർതദ്ദു അലാ അദ്ബാരിക്കും, പിന്തിരിഞ്ഞോടരുതിട്ടോ. കാരണം നന്നായിട്ട് അറിയാം നേതാവിന് അനുയായികളുടെ സ്വഭാവം. അനുയായികൾ ആരാണ് നന്നായിട്ട് അറിയാം. ഭീരുത്വത്തിന്റെ പ്രതീകങ്ങളാണ്, പേടിത്തൊണ്ടന്മാരാണ്, അനുസരണക്കേടിന്റെ പര്യായങ്ങളാണ്. അതുകൊണ്ട് ഇസ്രായേലർ അതിന് തയ്യാറാവൂലാന്ന് മൂസാ നബി അലൈഹിസ്സലാമിന്റെ മനസ്സിൽ ആശങ്കയുണ്ട്. അതുകൊണ്ട് അവരോട് പറയേണ്ടി വന്നത് വലാ തർതദ്ദു അലാ അദ്ബാരിക്കും ഫതൻഖലിബു ഖാസിരീൻ, നഷ്ടം നിങ്ങൾക്കാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കണം, നമുക്ക് ഒന്നിച്ച് ആ രാജ്യത്തേക്ക് മുന്നേറാം. റെഡിയല്ലേ എന്ന് ചോദിച്ചു. റെഡിയല്ലേ എന്ന് ചോദിക്കും. ആ ജനതയുടെ മറുപടി എന്തായിരിക്കും നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. അവർ പറഞ്ഞ മറുപടി അല്ലാഹു തആല, അതൊക്കെ സൂറത്തുൽ മാഇദയിലെ വചനങ്ങളാണ് തുടർച്ചയായി വന്നത്. ഖാലൂ യാ മൂസാ ഇന്ന ഫീഹാ ഖൗമൻ ജബ്ബാരീൻ വഇന്നാ ലൻ നദ്ഖുലഹാ ഹത്താ യഖ്റുജൂ മിൻഹാ ഫഇൻ യഖ്റുജൂ മിൻഹാ ഫഇന്നാ ദാഖിലൂൻ. അവർ പറഞ്ഞ മറുപടിയാ. ഖാലൂ, അവർ പറഞ്ഞു, യാ മൂസ, ഓ മൂസ, ഇന്ന ഫീഹാ ഖൗമൻ ജബ്ബാരീൻ, അവിടെ സ്വേച്ഛാധിപതികളും വലിയ രൂപത്തിലുള്ള അക്രമികളുമായ ഒരു ജനത എവിടെ ഭരണം നടത്തുന്നുണ്ട്. ഒരു അക്രമികളായ സ്വേച്ഛാധികാരികളായ ആളുകളാണ് ആ നാട്ടിലുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പ്രവേശിക്കുകയില്ല തന്നെ, അവരവിടുന്നാണ് പുറത്തു പോകുന്നത് വരെ. ഞങ്ങൾക്ക് സുഖമായിട്ട് അവരൊക്കെ അവിടെ നിന്നാണ് പോയാൽ ഞങ്ങളാണ് കയറിക്കോളാം. ഞങ്ങൾക്ക് ചെന്നിട്ട് അവരോട് പൊരുതാനൊന്നും ഞങ്ങൾക്ക് പറ്റൂല. അവരവിടെ നിന്ന് പുറത്തേക്ക് പോയാൽ ഞങ്ങൾ അങ്ങോട്ട് കയറിക്കോളാം. നന്ദികേടും പരിഹാസവും, നന്ദികേടും പരിഹാസ ചൊവ്വയുള്ള നന്ദികേടിന്റെ വർത്തമാനം. അവരവിടെ ഉള്ളിടത്തോളം ഞങ്ങളാണ് പോവില്ല. പിന്നെ അവിടെ പോകേണ്ട കാര്യമില്ലല്ലോ, ജയിച്ചടക്കാനല്ലേ ഈ പോണത്. അവര് പുറത്തു പോയാൽ ഞങ്ങൾ കയറിക്കോളാം. എന്താ പറയുന്നതിന്റെ അർത്ഥം? ഒരു പരിഹാസ ചൊവ്വ, അപ്പോഴും നന്ദികേടിന്റെ വർത്തമാനം. തീർന്നില്ല. ഈ സന്ദർഭത്തിൽ മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ത് ചെയ്തു? ഒരു ശ്രമം കൂടി നടത്തി നോക്കണത്. ആ ഫലസ്തീനിലുള്ള ആളുകൾ എത്ര കണ്ട് മല്ലന്മാരാണ്, എത്രത്തോളം അവിടെ അവരുടെ ശക്തിയുണ്ട് എന്നൊക്കെ വന്ന് അന്വേഷിച്ചറിയാൻ വേണ്ടി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ 12 ഗോത്രത്തിൽ നിന്ന് സെലക്റ്റഡ് ആയ 12 മെമ്പർമാരെ ഫലസ്തീനിലേക്ക് അയക്കുകയാണ്. അവിടെ പോയിട്ട് വിവരങ്ങളൊക്കെ അന്ന് അറിഞ്ഞു വരും. എന്താ അവരുടെ നിലപാട്, എത്രത്തോളം അവർ ശക്തരാണ്, എത്രത്തോളം അവർ സജ്ജരാണ് എന്നൊക്കെ ഒന്ന് അറിഞ്ഞു വരാൻ വേണ്ടി പരിശുദ്ധ ഖുർആൻ അതിലേക്ക് സൂചന നൽകിയിട്ടുണ്ട്. നാം അവരിൽ നിന്ന് തെരഞ്ഞെടുത്തയച്ചു ഈ 12 പ്രമുഖന്മാരെ. 12 ഗോത്രത്തിലെയും പ്രതിനിധികൾ. ഇനി ഒരാൾ വന്നിട്ട് നുണ പറയണ്ടല്ലോ. അവിടെ 12 ആൾക്കും എല്ലാവർക്കും 12 കൂട്ടം ആൾക്കാരുണ്ട് അവരുടെ കൂട്ടത്തിൽ. 12 ഗോത്രക്കാരുണ്ട് മൂസാ നബി അലൈഹിസ്സലാമിന്റെ കൂടെ. ആ 12 ആളിൽ നിന്ന് ഓരോ ഗോത്രത്തിന്റെയും നേതാവെന്ന നിലക്ക് ഓരോരുത്തരെ സെലക്ട് ചെയ്ത് 12 ആളെ പറഞ്ഞയച്ചു ഫലസ്തീനിലേക്ക്. അവിടുത്തെ സ്ഥിതിഗതികളൊന്ന് ആരാഞ്ഞ് മടങ്ങി വരാൻ. അങ്ങനെ ആ സംഘം മടങ്ങി വന്നപ്പോ ഇവരുടെ പ്രതിനിധികളായിട്ട് തന്നെയല്ലേ അവരും പോണത്. ഭൂരിപക്ഷം ആളുകളും അവിടെ പോയിട്ട് കൊടുത്ത റിപ്പോർട്ടുകളൊക്കെ ഇവർക്കൂടെ ഭീരുത്വത്തിന് കൂടുതൽ അവരുടെ ഭീരുക്കളാക്കി തീർക്കുന്ന രൂപത്തിലുള്ള റിപ്പോർട്ടുകളാ 12 അംഗ സംഘത്തിൽ പലരും സമർപ്പിച്ചത്. ആ കുഴപ്പം തന്നെ കേട്ടോ, ഭയങ്കര പ്രശ്നമാണ്. വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല, നടക്കൂലട്ടോ എന്നിങ്ങനെ പലരും വന്നിട്ട് 12 ആളിൽ പലരും മൂസാ നബി അലൈഹിസ്സലാമിന് വന്നു കൊടുക്കുന്ന റിപ്പോർട്ട് ഇവരുടെ ഭീരുത്വത്തിന്റെ ആക്കം കൂട്ടുന്ന നിലക്കുള്ള മറുപടികളാണ്. അവസാനം അല്ലാഹു തആല പറയാണ്, എന്നാൽ ഏതിലും ഉണ്ടാകുമല്ലോ പടച്ചവന് പേടിയുള്ള ചിലരെങ്കിലും. ആ 12 എണ്ണത്തിൽപ്പെട്ട 2 ആളുകൾ അല്ലാഹു അവരെ കുറിച്ച് തുടർന്നുകൊണ്ട് പറയാണ്, ഖാല റജുലാനി മിനല്ലദീന യഖാഫൂൻ قال رجلان من الذين يخافون أنعم الله عليهم ادخلوا عليهم الباب فإذا دخلتموه فإنكم غالبون وعلى الله فتوكلوا إن كنتم مؤمنين. ഈ 12 ആളുകളിൽ 2 ആളുകൾ കൊടുത്ത റിപ്പോർട്ട് വ്യത്യസ്തമായിരുന്നു. قال رجلان من الذين يخافون, അള്ളാനെ പേടിയുള്ള
അങ്ങനെ റിപ്പോർട്ടുണ്ട്. അതല്ല, ഈ ജനതയെ പേടിയൊക്കെ അവരുടെ മനസ്സിലുണ്ട്, എന്നാലും അവർക്ക് കുറച്ച് അള്ളാന്റെ തൗഫീക്ക് കിട്ടിയ ആളുകളാണ്. രണ്ട് വ്യാഖ്യാനമുണ്ട്. യഖാഫൂന, ഒന്നുകിൽ റബ്ബിനെ പേടിയുള്ള, അതല്ലെങ്കിൽ ഈ സൈന്യത്തെയൊക്കെ പേടിയുണ്ടെങ്കിലും അൻഅമല്ലാഹു അലൈഹിം, ആ രണ്ടാളുകൾക്കും അള്ളാഹു ചില നിഅമത്തൊക്കെ കൊടുത്തിട്ടുണ്ട്, ചില പ്രത്യേക തൗഫീഖൊക്കെ ഉണ്ട് അവർക്ക്. അങ്ങനെയുള്ള രണ്ടാളുകൾ മടങ്ങി വന്നിട്ട് കൊടുത്ത റിപ്പോർട്ട് തികച്ചും വ്യത്യസ്തമാണ്. അവര് ജനങ്ങളോട് പറഞ്ഞു, ജനങ്ങളെ, ശക്തന്മാരാണ് ആ ജനങ്ങളെങ്കിലും ഉദ്ഖുലൂ അലൈഹിമുൽ ബാബ്, അവരുടെ നാട്ടിലേക്ക് നിങ്ങൾ എരച്ചു കയറിയിട്ട് ആ വാതിൽക്കൽ നിങ്ങൾ അങ്ങ് ശക്തരായി കൊണ്ടങ്ങ് പ്രവേശിച്ചോളണം. ഫൈദാ ദഖൽതുമൂഹു, നിങ്ങൾ പ്രവേശിക്കാൻ മനസ്സ് കാണിച്ചാൽ തന്നെ മതി. ഫൈദാ ദഖൽതുമൂഹു, നിങ്ങൾ അവിടേക്ക് പ്രവേശിക്കുന്നതായാൽ ഫഇന്നകും ഗാലിബൂൻ, നിങ്ങൾ വിജയിക്കും കൂട്ടരെ, നിരാശപ്പെടണ്ട എന്ന് ആശ പകരുന്ന റിപ്പോർട്ട് രണ്ടാളുകൾ വന്ന് പറയുന്നു. തീർന്നില്ല, അവരോട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ പേടിത്തൊണ്ടന്മാരാകല്ലേ. വഅലല്ലാഹി ഫതവക്കലൂ ഇൻ കുൻതും മുഅ്മിനീൻ, അല്ലാഹുവില്ലേ നമുക്ക്, അല്ലാഹുവിൽ നിങ്ങൾ തവക്കുലാക്കണേ, റബ്ബിലേൽപ്പിച്ചുകൊണ്ട് പുറപ്പെടൂ. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ ഈമാനുള്ളവരാണെങ്കിൽ, വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പേടിത്തൊണ്ടന്മാരായി മാറി നിൽക്കല്ലേ. അവരെത്ര ശക്തന്മാരാണെങ്കിലും, എത്രയെത്ര ശക്തന്മാരെ അതിജയിച്ച പാരമ്പര്യമാണ് ഇസ്ലാമിനുള്ളത്. അതുകൊണ്ട് നിങ്ങളൊന്ന് പുറപ്പെടാൻ തയ്യാറായി ആ രാജ്യത്തേക്ക് പ്രവേശിച്ചാൽ തന്നെ അള്ളാന്റെ ബറക്കത്തുണ്ടാകും, നിങ്ങൾ വിജയിക്കും എന്നൊക്കെ ഈ രണ്ടാളുകൾ വന്നിട്ട് ജനതയോട് വളരെ കൃത്യമായി ഉപദേശിച്ചു നോക്കി. എന്നാൽ ആ നന്ദികെട്ട വർഗം ആര് പറഞ്ഞാലും കുലുങ്ങുന്ന പ്രകൃതക്കാരായിരുന്നില്ല. അവർ കൊടുത്ത മറുപടി കേട്ടു നോക്കൂ നിങ്ങൾ. നന്ദികെട്ട മറുപടി എന്ന് പറഞ്ഞ നന്ദികെട്ട മറുപടി. മൂസാ നബി അലൈഹിസ്സലാമിന്റെ മനസ്സ് പിളർക്കുന്ന മറുപടി. ഖാലൂ യാ മൂസാ ഇന്നാ ലൻ നദ്ഖുലഹാ അബദാ, ഇന്നാ ലൻ നദ്ഖുലഹാ അബദൻ മാ ദാമൂ ഫീഹാ ഫദ്ഹബ് അൻത വറബ്ബുക فاذهب أنت وربك فقاتلا إنا هاهنا قاعدون. അവര് പറഞ്ഞ മറുപടിയാ. അവര് പറഞ്ഞു, യാ മൂസ ഇന്നാ ലൻ നദ്ഖുലഹാ, ഞങ്ങൾ ആ നാട്ടിക്ക് പ്രവേശിക്കുന്നല്ല. എന്ത് പറഞ്ഞിട്ട് എന്താ, ആണ് കയറി ചെന്നാ ജയിച്ചോളൂ, അന്ന് ഞങ്ങളോട് പറയണ്ട, ഞങ്ങൾ നാട്ടിൽ കയറൂല. ഇപ്പോ നല്ല അബദൻ, ഒരിക്കലും ഞങ്ങളാണ് പോകുന്നത്. ഏതുവരെ? മാദാമു ഫീഹാ, ആ ജനത അവിടെ ഉള്ളേടത്തോളം കാലം ഒരിക്കലും ഞങ്ങൾ അങ്ങോട്ട് കയറൂല. ഇനി അത്ര നിർബന്ധമുണ്ടോ നിനക്ക് ആ നാട് ജയിച്ചെടുക്കണമെങ്കിൽ? കേട്ടോ, ഹൃദയം പിളർക്കുന്ന ശൈലി കേട്ടോ, മഹാനായ നേതാവിനോടൊരു ബഹുമാനം പോലും ഇല്ലാത്ത വാക്ക് കേട്ടോ, അള്ളാനെ പോലും ചോദ്യം ചെയ്യുന്ന രൂപത്തിലുള്ള വാക്ക് കേട്ടോ. മൂസാ, നിനക്കങ്ങനെ വലിയ താല്പര്യമാണ് ആ രാജ്യത്തേക്ക് പോകണമെന്നും അവിടെ ജയിച്ചെടുക്കണമെന്നും, നിനക്കങ്ങനെ മോഹമുണ്ടെങ്കിൽ ഞങ്ങൾ തയ്യാറല്ല. മറിച്ച് ഞങ്ങൾക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഫദ്ഹബ് അൻത വറബ്ബുക, നീയും നിന്നോട് ഇതൊക്കെ കൽപ്പിക്കുന്ന നിന്റെ റബ്ബുമില്ലേ, നിങ്ങൾ രണ്ടാളും പോയിട്ട് ഫഖാത്തില, നിങ്ങൾ രണ്ടാളും യുദ്ധം ചെയ്യ്. ഇന്നാ ഹുനാ ഖാഇദൂൻ, ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്, ഈ നാട്ടിൽ നിന്ന് ഞങ്ങൾ ഇളകൂല. അത്ര താല്പര്യമുണ്ടോ യുദ്ധം ചെയ്തേ മതിയാകൂ എന്നുണ്ടെങ്കിൽ നീയും നിന്റെ റബ്ബും എന്ന പ്രയോഗം എത്ര കടുത്തതാണ്. അവർക്കുള്ള റബ്ബല്ല മൂസാ നബിയുടെ റബ്ബെന്ന ധ്വനി പോലെ. മൂസാ, നീയും ഞങ്ങളുടെ റബ്ബൊന്നും പോലും അവർക്ക് പറയാൻ മനസ്സ് വന്നില്ല. ഇദ്ഹബ് അൻത വറബ്ബുനാ, ഇദ്ഹബ് അൻത വറബ്ബുനാ, മൂസാ നീ പൊയ്ക്കോ, നമ്മുടെ റബ്ബും കൂടി നീ പൊയ്ക്കോ എന്ന് പോലും പറയാനുള്ള ഒരു മനസ്സാക്ഷി അവരെ കാണിക്കാതെ ധിക്കാരത്തോടെ നേതാവിനോട് ഇത്ര കാലം അവർക്ക് വേണ്ടി പാടുപെട്ട് അധ്വാനിച്ച് ഫറോവയിൽ നിന്ന് അവരെ മോചിപ്പിച്ച് ചെങ്കടൽ കടത്തി കൊണ്ടുവന്ന് സർവ്വരൂപത്തിലും അവർക്ക് വേണ്ടി പാടുപെട്ട് അധ്വാനിച്ച് സ്വന്തം സഹോദരനായ ഹാറൂനിനെയും കൂട്ടി ഒപ്പം നടന്നിട്ട് അവർക്ക് വേണ്ട ഓരോ കാര്യങ്ങളിലും ഓരോ സന്ദർഭങ്ങളിലും ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു ഉന്നതമായ ഒരു പാരമ്പര്യത്തിലേക്ക് അവരെ വളർത്തിക്കൊണ്ട്
കൊണ്ടുവന്ന നേതാവിനോട് നന്ദി കെട്ട വാക്ക് പറയുകയാണ്, ഇദ്ഹബ് അൻത വറബ്ബുക, നീയും നിന്റെ റബ്ബും കൂടി പൊയ്ക്കോ, എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ പോയിട്ട് യുദ്ധം ചെയ്ത് മടങ്ങി വാ, ഇന്നാ ഹുനാ ഖായിദൂൻ, ഞങ്ങൾ ഇവിടെ ഇരിക്കുക തന്നെ. എന്തൊരു നന്ദി കെട്ട. നോക്കൂ നിങ്ങൾ ഈ സമൂഹം. അള്ളാഹിനോട് നമ്മളെ ഗൈറിൽ മഗ്ദൂബി അലൈഹി എന്ന് പറയുമ്പോൾ ഓർമ്മ വരണം, ഇതാ ഈ സമൂഹം. നമ്മളോട് അള്ളാഹ് എന്തൊക്കെ പറയുന്നത്? നമുക്ക് ആരുടെ പാരമ്പര്യമാണുള്ളത് എന്ന് ഓർക്കണം. അന്നംത അലൈഹിം എന്ന് പറഞ്ഞവരുടെ പാരമ്പര്യമാണോ, ഗൈറിൽ മഗ്ദൂബി അലൈഹി എന്ന് പറഞ്ഞവരുടെ പാരമ്പര്യമാണോ? അള്ളാഹ് നമ്മളോടൊരു കാര്യം പറഞ്ഞാൽ എന്ന് കൂട്ടത്തിൽ നമ്മളൊക്കെ വന്ന് ഒരു പരിശോധനക്ക് സമയം കണ്ടെത്തുന്നത് വളരെ നല്ലതാണ്. എനിക്ക് ഞാൻ സൂറത്തുൽ ഫാത്തിഹയിൽ ഏതൊരു വിഭാഗത്തിൽ ചേർക്കണേ എന്ന് പറയുന്നുവോ അവരുടെ സ്വഭാവമാണോ ഉള്ളത്? ഏതൊരു വിഭാഗത്തിൽ എന്നെ ചേർക്കല്ലേ എന്ന് പറഞ്ഞ് ആമീൻ പറയുന്നുവോ അവരുടെ അനുസരണക്കേടിന്റെയും ധിക്കാരത്തിന്റെയും സ്വഭാവമാണോ എന്നിലുള്ളത് എന്ന് ഓരോ സഹോദരനും സഹോദരിയും ഒന്ന് 100 വട്ടം ചിന്തിച്ചാൽ അത് നമുക്ക് ഉപകരിക്കും. നേട്ടങ്ങൾ ചിന്തിക്കുമ്പോൾ സന്തോഷം തോന്നും പോലെ കോട്ടങ്ങൾ ആലോചിക്കുമ്പോൾ നഷ്ടബോധം തോന്നി തിരുത്തുവാൻ അത് നമുക്ക് ആവശ്യമാണ്. അങ്ങനെ നീയും നിന്റെ റബ്ബും കൂടെ പോയിട്ട് യുദ്ധം ചെയ്യുന്ന പറയുന്നു. ആ അവസരത്തിൽ മഹാനായ പ്രവാചകന്റെ മനസ്സിലുണ്ടായ സങ്കടം എത്രത്തോളായിരിക്കും? അതുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഈ ഒരു സമുദായം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഹാബത്തിനോളം ഒരു പ്രവാചകനെയും അനുസരിച്ച സ്വഹാബത്തുണ്ടായിട്ടില്ല. ഇവർ കാഫിറുകളൊന്നും അല്ലല്ലോ. ആലോചിക്കണം നിങ്ങളത്, മൂസ നബിയുടെ അനുയായികളാണ്. കാഫിറുകളല്ലേ ഇവർ? തലം പറയും മൂസാ നബി വളർത്തിക്കൊണ്ടുവന്ന മോമിനീങ്ങളാപ്പവരൊക്കെ ഇവരായി പറയുന്നത്. ഇത്രത്തോളം മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ അനുയായികളാവട്ടെ, ഈസ നബി അലൈഹി ഇസ്ലാമിന്റെ പോലും അനുയായികളാവട്ടെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അനുയായികളായ അഥവാ സ്വഹാബാ കിറാമിന് പരലോകത്ത് നബിമാര് മുഴുവൻ സ്വർഗത്തിലേക്ക് ആദ്യം അള്ളാന്റെ റസൂൽ സ്വർഗത്തിൽ കയറും സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യം സ്വർഗത്തിൽ കയറുക അള്ളാന്റെ റസൂലാണ്. സ്വർഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുക മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, ആതി ബാബൽ ജന്ന, സ്വർഗത്തിന്റെ വാതിൽക്കൽ ഇങ്ങനെ പോയി നിന്നിട്ട് ഞാൻ അതിന്റെ ഹലഖ് ഇങ്ങനെ പിടിച്ചിങ്ങനെ കുലുക്കും. അപ്പുറത്തൊന്ന് ചോദിക്കും, ആരാ? ഞാൻ പറയാ മുഹമ്മദ്, ഞാൻ മുഹമ്മദാണ്. മലക്ക് പറയും, നിനക്ക് മുമ്പ് ഒരാൾക്കും ഒരു തുറന്നു കൊടുക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ആരാണ് ചോദിച്ചത്? തുറന്നു കൊടുത്തു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കേറി. പിന്നെ കേറുന്നത് അതിന്റെ പിന്നാലെ അമ്പിയാക്കളാണ്. അങ്ങനെ ആ അമ്പിയാക്കളുടെ സമൂഹം പോലും കയറുന്നതിന്റെ മുമ്പ് അള്ളാഹുവിന്റെ റസൂലും മുഴുവൻ പ്രവാചകന്മാരും സ്വർഗത്തിലേക്ക് കയറിയാൽ ആദ്യമായി പിന്നീട് സ്വർഗത്തിലേക്ക് കയറാൻ അമ്പിയാക്കളുടെ ഉമ്മത്തിൽ നിന്ന് അവസരം കിട്ടുന്നത് മഹാന്മാരായ സഹാബികൾക്കാണ്. ഈ ഉമ്മത്തിലെ സഹാബികൾക്കാണ്. അത് അവർക്കുള്ള പവറാണ്. എന്താ കാരണം എന്നറിയോ? മറ്റു സമുദായങ്ങളുടെ ഒക്കെ പ്രവാചകന്മാരെ ഒന്നും ഇത്രത്തോളം സ്നേഹിച്ച ഒരു അനുയായി വൃന്ദം ഉണ്ടായിട്ടില്ല. അപ്പൊ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെ എല്ലാ സൗകര്യങ്ങളും കണ്ട് ആസ്വദിച്ചു പോകുന്ന ഒരു ജനതയോട് ഇങ്ങനെ പറഞ്ഞപ്പോ അവര് എന്താ പറഞ്ഞത്? അയ്യോ, എന്റെ റബ്ബും കൂടി പോയിട്ട് യുദ്ധം ചെയ്തോ, ഞങ്ങൾ ഇവിടെ ഇരിക്കാന്നല്ലേ? അതേ അവസരത്തിൽ ചരിത്രത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കൂ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മളിപ്പോ ഹിജ്റ വർഷത്തിന്റെ ഒരു തുടക്കത്തിൽ നിൽക്കല്ലേ? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ പോയി. ആരെ അങ്ങോട്ട് വിളിച്ചുകൊണ്ടുപോയത്? നിമിത്തമായത് എന്താണ്? മദീനയിലുള്ള അൻസാറുകൾ, മദീനയിലുള്ള ഇസ്ലാം സ്വീകരിച്ചു വന്ന അൻസാറുകൾ ഹജ്ജിന് വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് 2 വർഷങ്ങളിലായി രഹസ്യമായി നടത്തിയ ബൈഅത്തുകൾ മുഖേനയാണ് ഹിജ്റക്ക് കളമൊരുങ്ങിയത്. അല്ലാഹു തആല ഏർപ്പെടുത്തിയ കാര്യങ്ങളായിരുന്നു അത്. അങ്ങനെ ബൈഅത്തുൽ അഖബ, ആ പ്രസിദ്ധമായ, അതുപോലെ തന്നെ ബൈഅത്തുർ റിദ്വാൻ, ആ പ്രസിദ്ധമായ ആ കരാറിന്റെ ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് മദീനയിൽ നിന്ന് വന്ന അൻസാറുകൾ പറഞ്ഞു, എന്ത്? നിങ്ങൾ അങ്ങോട്ട് വന്നോളൂ, അവിടെ നിങ്ങളെ ഒരു ശത്രുവിന് ഞങ്ങൾ വിട്ടുകൊടുക്കൂല. ഈ രാജ്യത്ത് കയറി വന്നിട്ട് ഈ രാജ്യത്തെ നശിപ്പിക്കാനോ നിങ്ങളെ നശിപ്പിക്കാനോ ഞങ്ങൾ വിട്ടുകൊടുക്കൂല. ഞങ്ങൾ അങ്ങയെ എന്ത് ജീവൻ കൊടുത്തും പ്രതിരോധിച്ചോളാം എന്നതാണ് അൻസാരികൾ അള്ളാന്റെ റസൂലിന് കൊടുത്തിട്ടുള്ള വാക്ക്. അങ്ങനെയാണ് സഹാബിമാരൊക്കെ മദീനയിലേക്ക് ഹിജ്റ പോയത്, മുഹാജിരികൾ. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബികളും പോയി. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ അവരുടെ ആ ഒരു സുരക്ഷിതത്വത്തിൽ മദീനയിലേക്ക് റബ്ബിന്റെ തീരുമാനപ്രകാരം എത്തിപ്പെട്ടതാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരോട് എന്തേ അള്ളാന്റെ റസൂൽ കരാറെടുത്തിട്ടുള്ളൂ? റസൂലിനോട് അവർ എന്തേ പറഞ്ഞിട്ടുള്ളൂ? ഈ രാജ്യത്ത് വെച്ച് അങ്ങയെ ആരെങ്കിലും അറ്റാക്കിന് വേണ്ടി വന്നാൽ ഞങ്ങൾ പ്രതിരോധിക്കും, അങ്ങയെ രക്ഷപ്പെടുത്തുന്നേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനത്തെ ഒരു ജനതയായ അൻസാറുകൾ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ പോയ മുഹാജിരീങ്ങളായ ആളുകളുണ്ട്, അൻസാറുകളുണ്ട്. മദീനയിലെത്തി 2ാമത്തെ വർഷം ബദർ വരികയാണ്. നമ്മൾ ചരിത്രം മനസ്സിലാക്കണം. 2 പ്രവാചകന്മാരുടെയും അനുയായി വൃന്ദത്തിന്റെ വ്യത്യാസം മനസ്സിലാക്കണം. ബദറിന്റെ തീരുമാനം എത്തിയപ്പോൾ ആദ്യം എന്തായിരുന്നു തീരുമാനം? അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ വമ്പിച്ച കച്ചവടവുമായി, ലാഭകരമായ കച്ചവടവുമായി മടങ്ങി വരുന്ന ആ സൈന്യത്തെ തടയണം എന്നതായിരുന്നു ആദ്യത്തെ തീരുമാനം. കച്ചവട സംഘത്തെ പ്രതിരോധിക്കുക എന്നുള്ളതായിരുന്നു ആദ്യം തീരുമാനം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു യുദ്ധത്തിനുള്ള കോപ്പുകളൊന്നും കൂട്ടാതെ ഉള്ള ആളുകളെയും കൊണ്ട്, ഒരു 313 വരുന്ന സഹാബിമാരെയും കൊണ്ട്, വലിയ ആയുധങ്ങളോ കാര്യമായ ഒരുക്കങ്ങളോ ഒന്നും കൂടാതെ ഈ കച്ചവട സംഘത്തെ തടയാനാ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടത്. പക്ഷേ വഴിക്ക് വെച്ച് മനസ്സിലായി അബൂ സുഫിയാൻ മറ്റൊരു വഴിയിലൂടെ മക്കയിലേക്ക് രക്ഷപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് അവര് കയ്യുന്നു പോയി. ഇനി സംഭവിക്കുന്നത് എന്താണെന്നാണ് അറിഞ്ഞത്. അബൂ സുഫിയാൻ അവിടെ പോയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരോട് ഈ വിഷയങ്ങളൊക്കെ അവതരിപ്പിച്ചപ്പോ ഒരു വമ്പിച്ച ടീം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെയും വിശ്വാസികളെയും തകർക്കാൻ വേണ്ടി പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ന്യൂസാ കേൾക്കുന്നത്. വഴിക്ക് വെച്ചാണ് എന്ത് ചെയ്യണം, വഴിക്ക് വെച്ചാ ഈ വിവരം കിട്ടുന്നത്. ഇറങ്ങുമ്പോ യുദ്ധ തീരുമാനമല്ല, പക്ഷെ വഴിക്ക് വെച്ച് ഇപ്പൊ യുദ്ധം ചെയ്യേണ്ട ഒരു ഘട്ടത്തിലായെത്തി നിൽക്കുന്നത്. ആലോചിച്ച് നോക്കണം. 2 സമുദായത്തിന്റെയും വ്യത്യാസം ഞാൻ പറയുന്നത്. ആ സമയത്ത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടെയുള്ള സഹാബിമാരോട് കൂടി ആലോചിക്കുകയാണ്, എന്ത് വേണം? യുദ്ധത്തിന് പോണോ? ഈ കച്ചവട സംഘം നമ്മുടെ പിടുത്തത്തുനിന്ന് പോയിട്ടുണ്ട്. ഇനി നമ്മളോടുള്ള വാഗ്ദത്തം ചെയ്ത 2ാമത്തെ ഒരു സംഘം വരാൻ പോകുന്നുണ്ട്. അത് മക്കയുടെ കരളിന്റെ കഷ്ണങ്ങളാണ്. ആ രാജ്യത്തുള്ള ഏറ്റവും വലിയ പോക്കിരികളാണ്. നമുക്ക് വലിയ അവസരമാണ്. എന്താ നിങ്ങളുടെ അഭിപ്രായം? അതുപോലെ ഞാൻ ചെയ്യുള്ളൂ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന നേതാവ് അടിച്ചേൽപ്പിക്കുന്ന തീരുമാനമൊന്നുമില്ല, കൂടിയാലോചിച്ചപ്പോ ആരും ഒന്നും മറുപടി ഒന്നും പറയുന്നില്ല. ആ കൂട്ടത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ആയിക്കോട്ടെ നബിയെ. പക്ഷേ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആരാ? മുഹാജിറാണ്, ഹിജ്റ വന്നയാളല്ലേ. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, പ്രവാചകരെ നമുക്ക് മുന്നോട്ട് പോകാം, പിന്തിരിയേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നല്ല വാക്ക് കേട്ട് മിണ്ടാതിരുന്നു, ഒന്നും പറഞ്ഞില്ല. അള്ളാന്റെ റസൂല് പിന്നെയും പറയും, അശീറു അലയ്യ, എന്നോട് അഭിപ്രായം പറയും, നിങ്ങൾ എന്താ മിണ്ടാതിരിക്കുന്നത്? വീണ്ടും ചോദിക്കുകയാണ്. അപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റ് നിന്നിട്ട് ഇതേ മറുപടി പറഞ്ഞു, അള്ളാന്റെ റസൂലെ മുന്നേറണം, അതാന്റെ അഭിപ്രായം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫസക്കത, മൗനം പാലിച്ച് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെയും പറയാണ്, അശീറു അലയ്യ, എന്താ നിങ്ങൾ ആരും മിണ്ടാത്തത്? എന്താ ആരും മറുപടി പറയാത്തത്? ആ സമയത്ത് സംഗതി മനസ്സിലായി ഒരു സ്വഹാബിക്ക്. അൻസാരികളിൽപ്പെട്ട സഅദ് ഇബ്നു ഉബാദ, മറ്റൊരു റിപ്പോർട്ടിൽ സഅദ് ഇബ്നു മുആദ് ആണെന്നും അഭിപ്രായമുണ്ട്. സഅദ് റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റ് നിന്നിട്ട് ചോദിച്ചു, കുറെ നേരായല്ലോ അള്ളാന്റെ റസൂലെ നിങ്ങൾ അഭിപ്രായം ചോദിക്കുന്നു. ഇവരൊക്കെ അഭിപ്രായം പറഞ്ഞു, നിങ്ങളൊന്നും മിണ്ടുന്നില്ല. കഅന്നക യാ റസൂലല്ലാഹ് തുഅനീനാ തുരീദുൽ അൻസാർ, അള്ളാന്റെ റസൂലെ നിങ്ങൾ ഞങ്ങളെയാണോ കാത്തു നിൽക്കുന്നത്? ഞങ്ങളല്ലേ അങ്ങേക്ക് ഇവിടെ കൊണ്ടുവന്നത്? ഞങ്ങളോടല്ലേ നിങ്ങൾ ബയ്യത്ത് ചെയ്തത്? ഞങ്ങളാണെങ്കിൽ നിങ്ങളോട് കരാറെടുത്തിട്ടുള്ളത് മദീനയിലുള്ള സംരക്ഷണമാണ്, ഇപ്പൊ പുറത്തേക്കാണ് ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ വല്ലാതെ പിന്തിരിഞ്ഞേക്കുമോ, ഞങ്ങൾക്കിതിൽ വല്ല വിന്നിഷ്ടവുമുണ്ടോ എന്നറിയുകയായിരിക്കും താങ്കളുടെ ഉദ്ദേശമല്ലേ? ഞങ്ങളെയാണോ നബിയെ നിങ്ങൾ ഈ ഉദ്ദേശിക്കുന്നത്? അള്ളാന്റെ റസൂല് പറഞ്ഞു, നഅം, അതെ, നിങ്ങളാണ് പറയേണ്ടത്, നിങ്ങളാണ് അൻസാരികളെ പറയേണ്ടത്. ആ സമയത്ത് മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റ് നിന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയാണ്, വല്ലാഹി യാ റസൂലല്ലാഹ് ലൗ ഖുൽത ബിനാ ബർകൽ ഗിമാദി ഖുദ്നാഹു മഅക. അല്ലാഹുവിന്റെ റസൂലേ, ഏറ്റവും അപകടകരമായ ഒരു പ്രദേശമുണ്ട്, ബർകുൽ ഗിമാദ് എന്നറിയപ്പെടുന്ന ഒരു നാട്. അവിടേക്ക് എത്തുന്നത് അപകടമാണ്. അവിടെ വലിയ പ്രശ്നക്കാരായ ആളുകളാണ്. അവിടെ ഏറ്റവും വലിയ രൂപത്തിലുള്ള പ്രയാസമുള്ള പ്രദേശമാണ്. അങ്ങോട്ടാണ് താങ്കൾ ഞങ്ങളെ കൊണ്ടുപോകുന്നതെങ്കിലും ഖുദ്നാ മഅക, അങ്ങയുടെ കൂടെ ഞങ്ങൾ റെഡിയാണ്. ബദറിൽക്കല്ല, ഏത് ദുനിയാവിന്റെ അറ്റത്തേക്ക് പ്രയാസമുള്ള നാട്ടിലേക്കാണോ പോരാൻ പറയുന്നത്? ഞങ്ങളെ പറ്റി പേടിക്കേണ്ട നബിയെ, ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു അൻസാരികളുടെ പ്രതിനിധിയായി കൊണ്ട് എഴുന്നേറ്റ് നിന്ന് പറയാണ്, അല്ലാഹ്, എന്താ അവരുടെ ഒരു അനുസരണം, എന്താ അവരുടെ ഒരു അച്ചടക്കം, എന്താ അവരുടെ അച്ചടക്കം.
അവർക്ക് അള്ളാന്റെ റസൂലിലൂടെ ഒരുപാട് സൗകര്യങ്ങളൊന്നും കിട്ടിയവരല്ല. ബുദ്ധിമുട്ടി ഹിജറ വന്നവരാ. മറ്റോരോ മൂസാ നബിയിലൂടെ ആനുകൂല്യങ്ങളൊക്കെ അനുഭവിച്ച് സുഖം തേടി വന്നവരാ. എന്നിട്ട് പറഞ്ഞത് കേട്ടപ്പോ എന്താ പറഞ്ഞത്? നീയും നിന്റെ റബ്ബും കൂടെ പോയിക്കാണ്. ധാരാളക്കണക്കിന് വിഷമങ്ങൾ സഹിച്ച് ഉച്ചവരെ ഒഴിവാക്കി, ഉടയവരെ ഒഴിവാക്കി, കൈക്കുഞ്ഞുങ്ങളെ പോലും തനിച്ചാക്കി ഒന്നിച്ചു ഒറ്റക്കൊക്കെ യാത്ര ചെയ്ത മഹാരഥന്മാരായ ആളുകൾ, ആ മഹാരഥന്മാരായ ആളുകൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഒടുക്കി കൊടുത്ത അൻസാറുകളുടെ മനസ്സിൽ ഒരു വേദനയില്ല. നേതാവ് പറഞ്ഞ ഞങ്ങൾ കേൾക്കും. എന്തൊക്കെ വാക്കുകളാ അവര് പറഞ്ഞതറിയോ? അത് പറഞ്ഞവിടെ ഇരുന്നപ്പോഴേക്ക് മിഖ്ദാദ് റളിയല്ലാഹു അൻഹു എന്ന അൻസാരി എഴുന്നേറ്റു. മിഖ്ദാദ് റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റു. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റു. എല്ലാവരും വിളിച്ചു പറയാൻ തുടങ്ങി. വലാകിന്നാ നുഖാതിലു അൻ യമീനിക് വഅൻ യസാരിക് വമിൻ ബൈനി യദൈക് വമിൻ ഖൽഫിക്. നിങ്ങളുടെ ഇടത്തും വലത്തും മുമ്പിലും പുമ്പിലും ഞങ്ങൾ ഉണ്ടാകും, പോരാടും. ധൈര്യമായിട്ട് പോയി അറബിയെ, ഞങ്ങളുണ്ട് അങ്ങയുടെ കൂടെ. മിഖ്ദാദ് റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റ് നിന്നിട്ട് ഇത് പറഞ്ഞതിന്റെ പുറമെ അദ്ദേഹം ഒരു കാര്യം കൂടി അവിടെ വെച്ച് ഓർമ്മപ്പെടുത്തി. അതാണ് ഞാൻ ഈ ആയത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അത് ഓർമ്മപ്പെടുത്താൻ കാരണം. മിഖ്ദാദ് റളിയല്ലാഹു അൻഹു അവിടെ വെച്ച് ഒരു കാര്യം കൂടെ പറഞ്ഞു. യാ റസൂലല്ലാഹ് വല്ലാഹി ലാ നഖൂലു ലക കമാ ഖാലത് ബനൂ ഇസ്രായീല ലിമൂസാ അലൈഹിസ്സലാം ഫദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ ഇന്നാ ഹുനാ ഖാഇദൂൻ വലാകിൻ നിംളി വനഹ്നു മഅക ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ ഇന്നാ മഅകുമാ മുഖാതിലൂൻ. സുബ്ഹാനല്ലാഹ്. ലോക ചരിത്രത്തിൽ കാണുമോ ഇങ്ങനെ ഒരു അനുയായി വൃന്ദത്തെ കിട്ടിയ മഹാരഥനായ ഒരു നബിയെ കാണാൻ സാധിക്കോ? മിഖ്ദാദ് റളിയല്ലാഹു തആല ഇതൊന്നും പറഞ്ഞപ്പോ എന്താ പറഞ്ഞറിയോ? അല്ലാഹുവിന്റെ റസൂലേ, വല്ലാഹി അല്ലാഹനെ തന്നെയാണ് സത്യം, ലാ നഖൂലു ലക, ഞങ്ങൾ അങ്ങയോട് ഒരിക്കലും പറയൂല, കമാ ഖാലത് ബനൂ ഇസ്രായീല, ഇസ്രായേൽ വർഗം മൂസ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞതുപോലെ, ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ ഇന്നാ ഹുനാ ഖാഇദൂൻ, നീയും നിന്റെ റബ്ബും കൂടെ പോയിട്ട് യുദ്ധം ചെയ്തോ, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം എന്ന് പറഞ്ഞ നന്ദികെട്ട ഇസ്രായേലരുടെ വാക്ക് ഞങ്ങൾ പറയൂല നബിയേ. മറിച്ച് വലാകിൻ, ഞങ്ങൾക്ക് എന്താ അങ്ങയോട് പറയാനുള്ളത്, ഇംലി, മുന്നോട്ട് പോകൂ നബിയേ, മുന്നോട്ട് സഞ്ചരിക്കൂ നേതാവായ ഞങ്ങളുടെ കരളിന്റെ കഷ്ടമായ നബിയേ. വനഹ്നു മഅക, ഞങ്ങളുണ്ട് അങ്ങയുടെ കൂടെ. ഞങ്ങൾക്ക് പറയാനുള്ള വാചകം ഇപ്രകാരമാണ്, ഇദ്ഹബ് അൻത വറബ്ബുക, ഓ നബിയേ, താങ്കളും താങ്കളുടെ രക്ഷിതാവും പോയിട്ട് യുദ്ധം ചെയ്യൂ, രണ്ടാളും യുദ്ധം ചെയ്യൂ.